റൂൾ 50 പ്ലീസ് റൂൾ 50 യെസ് പരിശോധിക്കാം. യെസ് ഓർഡർ നടപടി നിർത്തിവെക്കുന്ന ഉപക്ഷേപം. ഇടുക്കി ജില്ലയിലെ പരുന്തംപാറ അടക്കമുള്ള വിവിധ മേഖലകളിൽ നടക്കുന്നതായി പറയപ്പെടുന്ന ഭൂമി കയ്യേറ്റങ്ങൾ ഉൾപ്പെടെയുള്ള ഭൂപ്രശ്നങ്ങൾ മലയോര ജനതയിൽ സൃഷ്ടിച്ചിരിക്കുന്നതായി പറയപ്പെടുന്ന ആശങ്ക ചർച്ച ചെയ്യുന്നതിന് നടപടികൾ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപം പരിഗണനക്കെടുക്കണമെന്നാവശ്യപ്പെട്ട് ഡോക്ടർ മാത്യു കോയൽനാടൻ, സർവശ്രീ എൻ എ നെല്ലിക്കുന്ന്, മോൻസ് ജോസഫ്, അനൂപ് ജേക്കബ്, മാണി സി കാപ്പൻ, ശ്രീമതി കെ കെ രമ എന്നീ ബഹുമാനപ്പെട്ട അംഗങ്ങൾ റൂൾ 50 പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി. സാർ, കേരളത്തിലെ ഏറ്റവും പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ജില്ലയാണ് ഇടുക്കി. ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കുടിയേറ്റം എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത്. ഇത്തരത്തിൽ കുടിയേറി അർഹരായ എല്ലാ കർഷകർക്കും പട്ടയം കൊടുക്കുക എന്നതാണ് ഈ സർക്കാരിൻ്റെ ലക്ഷ്യം. സാർ, കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ 50,000-ലധികം പട്ടയമാണ് സാർ ഇടുക്കി ജില്ലയിൽ മാത്രം വിതരണം ചെയ്തത്. കുടിയേറ്റത്തിൻ്റെ മറവിൽ നടക്കുന്ന അനധികൃതമായ കയ്യേറ്റങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന നിലപാട് തന്നെയാണ് സാർ ഈ ഗവൺമെൻറ്റിനുള്ളത്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കയ്യേറ്റങ്ങൾക്കെതിരെ ശക്തമായ നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. ബൈസൺ വാലി വില്ലേജിലെ ചൊക്രമുടിയിലും പീരുമേട് താലൂക്കിലെ പരുന്തുംപാറയിലും നടന്ന കയ്യേറ്റങ്ങൾക്കെതിരെ സർക്കാർ സ്വീകരിച്ച ശക്തമായ നിലപാട് ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ സമീപനം തന്നെ വ്യക്തമാക്കുന്നതാണ് സാർ. ചൊക്രമുടിയിലെ കയ്യേറ്റം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതു മുതൽ ഇക്കാര്യത്തിൽ സ്വീകരിച്ച നിരന്തരമായ നിലപാടുകളുടെ ഫലമാണ് 14/3/2025 അവിടെയുണ്ടായ എല്ലാ വ്യാജ പട്ടയങ്ങളും തണ്ടപ്പേരും റദ്ദു ചെയ്തുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ച നടപടിയുണ്ടായത്. സാർ, ഭൂമി കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുമ്പോൾ കയ്യേറ്റക്കാർ കോടതിയിൽ പോയി ഉത്തരവുകൾ ഒഴിപ്പിക്കലിനെതിരെ ഉണ്ടാകുന്ന നടപടികൾ ഇക്കാര്യത്തിൽ ഒഴിവാക്കുന്നതിന് വേണ്ടി ഭൂപതിവ് ചട്ടപ്രകാരമുള്ള എല്ലാ നടപടിക്രമങ്ങളും പാലിച്ച് 6 തവണ ഹിയറിങ്ങിന് അവസരം കൊടുത്ത് എല്ലാ വിധത്തിലും മൈനർ സർക്യൂട്ട് എല്ലാ വിധത്തിലും ചെറുതായി അളന്ന് തിട്ടപ്പെടുത്തി ഏറ്റവും കൃത്യമായ നടപടികളിലൂടെ ഗവൺമെൻറ് മുന്നോട്ട് പോയി. സാർ, 48 മണിക്കൂറിനുള്ളിൽ സി ഫോം കൊടുക്കണം എന്ന് നമ്മൾ നിശ്ചയിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞായറാഴ്ചയായിട്ടും ഇന്നലെ തന്നെ ഫോം സി കൊടുത്ത് അവിടെ ഒഴിപ്പിക്കലിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കുകയാണ് സാർ. ഇടുക്കി ജില്ലയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളാണ് പല കയ്യേറ്റങ്ങളുടെയും പ്രധാനപ്പെട്ട കാരണം. സർവേ നടന്ന സ്ഥലത്ത് വലിയ വിസ്തൃതിയിലുള്ള ഓരോ പ്രദേശങ്ങളും ഒരു മൈനർ സർക്യൂട്ടായിട്ടാണ് സർവേ ചെയ്ത് രേഖകൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഓരോ സർവേ നമ്പറിലും ആയിരക്കണക്കിന് ഏക്കർ വിസ്തൃതി ഉണ്ടാകും. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു സർവേ നമ്പറിൽ നൽകിയ പട്ടയത്തിൻ്റെ മറവിൽ അതേ സർവേ നമ്പറിലുള്ള പട്ടയം നൽകാത്ത ഭൂമി വ്യാജാധാരങ്ങൾ ചമച്ചാണ് ഭൂമി കയ്യേറ്റം പ്രധാനമായിട്ടും നടന്നിട്ടുള്ളത്. സാർ, പീരുമേട് വില്ലേജിലെ സർവേ നമ്പർ 534-ൽപ്പെട്ട 624 ഏക്കറും മഞ്ചുമല വില്ലേജിലെ സർവേ നമ്പർ 441-ൽ ഉൾപ്പെട്ട 9,785 ഏക്കറും ഉൾപ്പെടെ ആകെ 1,96,000 ഏക്കർ വിസ്തൃതിയിലുള്ള പ്രദേശമാണ് പരുന്തുംപാറ. ഇടുക്കി ജില്ലയിൽ അനധികൃത കയ്യേറ്റങ്ങൾ കണ്ടെത്താൻ നിയോഗിച്ചിട്ടുള്ള സ്പെഷ്യൽ ടീമിൻ്റെ പരിശോധനയിൽ 66-ലും 90-ലും വിതരണം ചെയ്ത പട്ടയങ്ങളുടെ അടിസ്ഥാനത്തിൽ ആളുകൾ കൈവശം വെച്ചിരുന്നത് മഞ്ചുമല വില്ലേജിലെ 441-ൽപ്പെട്ട ഭൂമിയാണെന്ന് കണ്ടെത്തുകയുണ്ടായി. ഇക്കാര്യത്തിൽ അനധികൃത കയ്യേറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ എല്ലാ കയ്യേറ്റങ്ങളും ഒഴിപ്പിക്കുന്നതിന് സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സർവേ നമ്പറിൽ ലഭിച്ചിട്ടുള്ള പട്ടയത്തിൻ്റെ മറവിൽ മറ്റൊരു ഭൂമി കയ്യേറുന്നതാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. സാർ, പരുന്തുംപാറയിൽ കയ്യേറ്റം ഉണ്ടെന്ന വാർത്ത വന്നതിനെ തുടർന്ന് അടിയന്തരമായ റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടു. അവിടെ നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ടു. സാർ, ഈ ഗവൺമെൻറ് കയ്യേറ്റത്തിനെതിരായിട്ടുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ് ആ സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലത്ത് മാർച്ച് 7 മുതൽ മെയ് 2 വരെ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചുകൊണ്ടുള്ള ഉത്തരവുണ്ടായിട്ടുണ്ട്. സാർ, നിരോധനാജ്ഞ ലംഘിച്ച 7 പേർക്കെതിരെ ഇതിനകം ക്രിമിനൽ കേസുകൾ നടപ്പിലാക്കി കഴിഞ്ഞു. സാർ, SP-യുമായി ചർച്ച ചെയ്ത ആ സ്ഥലത്ത് പ്രത്യേക പോലീസ് പിക്കറ്റ് ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുകയാണ്. സാർ, പീരുമേട് താലൂക്കിന് പുറത്തുള്ള ഇടുക്കി ജില്ലയിലെ തന്നെ ജീവനക്കാരായിട്ടുള്ള 15 റവന്യൂ ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടുത്തി സബ് കളക്ടറുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക സംഘത്തിനാണ് സാർ അന്വേഷണ ചുമതല. അനധികൃതമായി നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചിലത് ഇതിനകം പൊളിച്ചു മാറ്റുകയും ചെയ്തിട്ടുണ്ട്. സാർ, ഇടുക്കി ജില്ലയിലെ ഭൂമി കയ്യേറ്റം ശാശ്വതമായി പരിഹരിക്കുക എന്നതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. ഇടുക്കിയിൽ മാത്രമല്ല, കേരളത്തിലെല്ലായിടത്തും. കേരളത്തിൽ ഇപ്പോൾ നടന്നു വരുന്ന ഡിജിറ്റൽ സർവേ ഇടുക്കി ജില്ലയിലെ പരമാവധി മേഖലകളിൽ മുൻഗണന നൽകി ആരംഭിക്കാൻ തീരുമാനിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലയിൽ 68 വില്ലേജുകളിൽ സാർ 34 ഡിജിറ്റൽ റീസർവേ ആരംഭിക്കുകയും നാളിതുവരെ 2,54,815 ഏക്കർ ഭൂമി സർവേ നടത്തുകയും ചെയ്തിട്ടുണ്ട്. സാർ, ഈ 34 വില്ലേജുകളിൽ 13 വില്ലേജുകളിൽ 9-2 പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. ഇടുക്കി ജില്ലയിലെ നിരവധി പട്ടയ പ്രശ്നങ്ങൾക്ക് ഡിജിറ്റൽ സർവേ വഴി പരിഹാരം കണ്ടു കഴിഞ്ഞു. സാർ, KDH വില്ലേജിലെ കുറ്റ്യാർവാലിയിൽ
പട്ടയം ലഭിച്ച 2300 പേർക്ക് ഭൂമി അളന്നു തിരിച്ചു നൽകുന്ന പ്രവൃത്തി 3 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കുകയാണ് സാർ. നീലക്കുറിഞ്ഞി ഉദ്യാനത്തിലുള്ള കൈവശങ്ങൾ കണ്ടെത്തി പട്ടയം നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ടൗൺഷിപ്പ് കട്ടപ്പനയിലെ ടൗൺഷിപ്പിലെ കൈവശങ്ങളുടെ സർവേ ഇതിനകം പൂർത്തീകരിച്ചു. സാർ, ഈ സർക്കാരിൻ്റെ കാലയളവിൽ ഇടുക്കിയിൽ 295.16 ഏക്കർ ഭൂമി കയ്യേറ്റമൊടുപ്പിച്ച് തിരിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആനവരട്ടി വില്ലേജിലെ 224 ഏക്കർ വരുന്ന നെല്ലിത്താനം എസ്റ്റേറ്റ് ഉൾപ്പെട്ടിട്ടുള്ളതും ആയത് സംരക്ഷിക്കാനായി പ്ലാന്റേഷൻ കോർപ്പറേഷനെ ഇപ്പോൾ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സാർ, ഡിജിറ്റൽ റീസർവേ കഴിയുമ്പോൾ ഭൂമിയുടെ കൃത്യമായ ഉടമസ്ഥതയും കൈവശവും കണ്ടെത്താനാകും. സർവേ ആൻഡ് ബൗണ്ടറീസ് ആക്ട് പ്രകാരം സർക്കാർ ഭൂമി കൃത്യമായി കണ്ടെത്തി അതിർത്തിക്കല്ലുകൾ സ്ഥാപിച്ച ശേഷമാണ് സ്വകാര്യ ഭൂമി സർവേ ചെയ്യുന്നത്. ഇതോടെ സർക്കാർ ഭൂമിക്ക് കൃത്യമായ രേഖയും കണക്കുകളും ഉണ്ടാകും. ഭൂസംരക്ഷണ നിയമപ്രകാരമുള്ള നടപടികൾ പാലിച്ച് മുഴുവൻ അനധികൃത കയ്യേറ്റക്കാരെയും ഒഴിപ്പിക്കും. ഇതിനായുള്ള പ്രത്യേക സംഘം സർക്കാരിൻ്റെ പരിഗണനയിലാണ്. ഇടുക്കി ജില്ലയിലെ പട്ടയ വിതരണത്തിന് കോടതി വിധികൾ മൂലം ചില തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ആദ്യത്തെ 3 വർഷം ഇടുക്കി ജില്ലയിൽ പട്ടയങ്ങൾ വ്യാപകമായി വിതരണം ചെയ്തിരുന്നു. സാർ, എന്നാൽ ഇടുക്കി ജില്ലയിലെ പട്ടയ വിതരണം ഇനിയൊരു ഉത്തരവുണ്ടാകുന്നത് വരെ നിർത്തിവെക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചു. 1964 ചട്ടങ്ങളിലെ ചട്ടം 5(7) തർക്കമാണ് കോടതി ഉന്നയിച്ചിട്ടുള്ളത്. 1/8/1971 മുമ്പുള്ള കൈവശക്കാർക്ക് പട്ടയം നൽകണമെന്നുള്ള ഭൂപതിവ് ചട്ടത്തിലെ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ നിയമസാധ്യത പരിശോധിക്കുന്നതിനാണ് ഇത്തരമൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. സാർ, 975 ഭേദഗതിയിലൂടെയാണ് 71 മുൻപുള്ള കൈവശക്കാർക്ക് പട്ടയത്തിന് അർഹതയുണ്ട് എന്ന വ്യവസ്ഥ ചട്ടത്തിൽ ഉൾപ്പെടുത്തിയത്. ഇടുക്കി ജില്ലയിലെ കുടിയേറ്റ കർഷക ജനതയെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് സാർ ഈ ഭേദഗതി കൊണ്ടുവന്നത്. ഇക്കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് സർക്കാർ കോടതിയിൽ എതിർ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ട്. സ്റ്റേ ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് അഡ്വക്കേറ്റ് ജനറലിനോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. സാർ, ഇതുപോലെ തന്നെ ഉടുമ്പൻചോല, പീരുമേട്, ദേവികുളം എന്ന താലൂക്കുകളിൽ ഉൾപ്പെട്ടുവരുന്ന CHR മേഖലയിലെ പട്ടയ വിതരണവും കോടതി ഉത്തരവ് മൂലം തടസ്സപ്പെട്ടിരിക്കുകയാണ്. CHR മേഖലയിലെ വനവിസ്തൃതി സംബന്ധിച്ച തർക്കത്തെ തുടർന്നാണ് ഇത്തരമൊരു ഉത്തരവ് കോടതി പുറപ്പെടുവിച്ചത്. ഇതുമൂലം 1993 ഭൂപതിവ് ചട്ടപ്രകാരം കേന്ദ്ര സർക്കാർ അനുമതി ലഭിച്ച പട്ടയങ്ങൾ പോലും വിതരണം ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. CHR മേഖല പൂർണ്ണമായും റിസർവ് വനമല്ല എന്നാണ് സർക്കാരിൻ്റെ നിലപാട്. സാർ, 2.5 ലക്ഷത്തോളം ഏക്കർ വിസ്തൃതിയിലുള്ള CHR മേഖലയിലെ 15,720 ഏക്കർ മാത്രമാണ് റിസർവിൽ പെടുന്നത്. ബാക്കി ഭൂമി റവന്യൂ ഭൂമിയാണ്. സർക്കാർ നിലപാട് കോടതി അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇവിടെയും പട്ടയ വിതരണം പുനരാരംഭിക്കാൻ കഴിയും. സാർ, ഇടുക്കി ജില്ലയിലെ മലയോര ജനതയ്ക്ക് വേണ്ടിയാണ് 1960 ഭൂപതിവ് നിയമത്തിൽ ഭേദഗതി വരുത്തിയത്. ഇടുക്കി ജില്ലയിലെ ഭൂരിഭാഗം കൈവശങ്ങളും പട്ടയം കിട്ടിയ ഭൂമിയാണ്. കൃഷിക്കും വീട് നിർമ്മാണത്തിനും വേണ്ടി നൽകിയ ഭൂമി മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ കൈവശക്കാരൻ അനുവാദിക്കാൻ വേണ്ടിയാണ് സാർ നിയമം ഭേദഗതി ചെയ്തത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ചട്ടങ്ങൾ പുറപ്പെടുവിച്ചു കഴിയുന്നതോടെ മലയോര ജനതയുടെ ദീർഘകാലത്തെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കും. 1960 ഭൂപതിവ് നിയമത്തിന് 20ഓളം ചട്ടങ്ങൾ നിലവിലുള്ളത്. നിയമപരമായി ഒട്ടേറെ സങ്കീർണതകളാണ് ചട്ടഭേദഗതിയുമായി മുന്നോട്ട് പോയപ്പോൾ കാണാൻ കഴിഞ്ഞത്. ഏതൊക്കെ ചട്ടങ്ങൾ ഭേദഗതി വരുത്താൻ കഴിയും, എന്തൊക്കെ വ്യവസ്ഥാ ലംഘനങ്ങളാണ് ക്രമീകരിച്ച് നൽകാൻ കഴിയുന്നത് എന്നതിലൊക്കെ വിശദമായ പരിശോധനകളും ചർച്ചകളും നടന്നു വരികയാണ്. കേന്ദ്ര വന നിയമം ഉൾപ്പെടെയുള്ള പാരിസ്ഥിതിക നിയമങ്ങൾക്ക് എതിരാവാതെ വേണം ചട്ടം രൂപീകരിക്കാൻ. ഒരു കാരണവശാലും കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാത്ത രീതിയിൽ കുറ്റമറ്റതും മലയോര കർഷകരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ചട്ടനിർമ്മാണമാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. ഇടുക്കി മാത്രമല്ല, കേരളത്തിൻ്റെ മലയോര മേഖലകളിൽ സമാനതകളില്ലാത്ത വിധം സാധാരണക്കാരന് പട്ടയം കൊടുക്കാനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. സാർ, 30 കൊല്ലത്തിലേറെയായി 93 ചട്ടത്തിൻ്റെ ഭാഗമായി പുതിയ JVRും പുതിയ അപേക്ഷയും എന്നുള്ളത് മലയോര കർഷകർ ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും വലിയ വേദനയാണ്. സാർ, കഴിഞ്ഞ 2024 ഫെബ്രുവരി 7 ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി ശ്രീ AK ശശീന്ദ്രനോട് കൂട്ടത്തിൽ കേന്ദ്ര മന്ത്രിയെ നേരിട്ട് കണ്ട് വനം മന്ത്രിയെ നേരിട്ട് കണ്ട് വിശദമായ ചർച്ചകൾ നടത്തിയതിനെ തുടർന്നാണ് സാർ കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് തന്നെ ഇവിടെ 30 വർഷക്കാലമായിട്ടുള്ള മലയോര ജനതയുടെ പ്രശ്നം കണക്കിലെടുത്തുകൊണ്ട് കേരളത്തിലെ ഗവൺമെൻറ് അഭ്യർത്ഥിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ JVR, പുതിയ അപ്ലിക്കേഷൻ എന്ന കേരളത്തിൻ്റെ ആവശ്യം അംഗീകരിക്കുന്ന നിലപാടുണ്ടായത്. സാർ, അതിൻ്റെ വിവരശേഖരണം പൂർത്തിയാക്കി ഈ വരുന്ന മാർച്ച് 26 വനം വകുപ്പ് കൂടി ചേർന്നുള്ള യോഗത്തിന് ശേഷം ഏപ്രിൽ മാസത്തിൽ ജോയിന്റ് വെരിഫിക്കേഷൻ, സംയുക്ത പരിശോധന ഉൾപ്പെടെ ആരംഭിച്ച്
അവസാനത്തെ മലയോര മേഖലയിലെ കുടിയേറ്റം അർഹതപ്പെട്ട മനുഷ്യനും പട്ടയം കൊടുക്കാൻ കഴിയും എന്ന നിലപാടിനാണ് സർക്കാർ ഉള്ളത്. സാറിൻ്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് കൂടുതലായി കാര്യങ്ങൾ പറയുന്നില്ല. കേരളത്തിലെ പൊതുവെ മേഖലകളിലുള്ള മലയോര മേഖലകളിലുള്ള ജനങ്ങളോട് ഈ ഗവൺമെൻറ് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഗുണകരമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഇതെല്ലാമാണ് എന്നുള്ള സാഹചര്യത്തിൽ സഭ നിർത്തിവെച്ച് ഇത് ചർച്ച ചെയ്യേണ്ടതില്ല എന്ന കാര്യം അങ്ങേ അറിയിക്കുകയാണ്. ഡോക്ടർ മാത്യു കുഴൽനാടൻ. സർ, ഈ സഭയും ഇതിന് മുമ്പും പലയാവർത്തി നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഒരു പ്രയാസവും പ്രശ്നവും വിഷമവുമാണ് മലയോര മേഖലയിലെ, പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസമെന്ന് പറയുന്നത്. ഇതിപ്പോൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത് ഇടുക്കി ജില്ലയിലെ പരുന്തുംപാറ, വാഗമൺ, ചൊക്രാമുടി, ചിന്നക്കനാൽ, മാൻകുത്തിമേട്, അണക്കരമെട്ട്, കോട്ടക്കമ്പൂർ തുടങ്ങിയ മേഖലകളിൽ വ്യാപകമായി സർക്കാർ ഭൂമി കയ്യേറ്റം നടക്കുകയാണ്. സർക്കാർ ഭൂമിക്ക് 1964, 65, 67, 71 ഒക്കെ വ്യാജപ്പട്ടയമുണ്ടാക്കി ഈ ഭൂമി വിൽപ്പന നടത്തി കോടികളുടെ തട്ടിപ്പാണ് കയ്യേറ്റ ലോബി നടത്തുന്നത്. ഇതിൽ ബഹുഭൂരിപക്ഷവും ഈ ഇടുക്കി ജില്ലയിൽ നിന്നുള്ളവരല്ല സർ, പുറത്തുനിന്നുള്ളവരാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പരുന്തുംപാറ വില്ലേജ് സർവേ നമ്പർ 534 വ്യാപകമായ കയ്യേറ്റം നടന്നിട്ടുള്ളത്. 624 ഏക്കർ 84 സെൻറ്റ് സ്ഥലമാണ് ഈ സർവേ നമ്പറിലുള്ളത്. ഒരു കാരണവശാലും പട്ടയം നൽകാൻ കഴിയാത്ത, കൃഷിയോഗ്യമല്ലാത്ത തട്ടുപാറ, അതായത് നമുക്കറിയാം ഈ നിയമം അനുസരിച്ച് കൃഷിക്കും അല്ലെങ്കിൽ വീട് വയ്ക്കുന്നതിനും ആണ് പട്ടയം കൊടുക്കാൻ നിയമമുള്ളത് എന്നിരിക്കെ ഈ പാറക്കെട്ടുകൾക്ക് എങ്ങനെയാണ് സാർ പട്ടയം കിട്ടുന്നത്? പാറക്കെട്ടുകൾക്ക് പട്ടയം കൊടുക്കാൻ നിയമപരമായ സാധുത ഇല്ലാത്തപ്പോൾ ഏക്കർ കണക്കിന് പാറയ്ക്ക് എങ്ങനെയാണ് പട്ടയം ഇഷ്യൂ ചെയ്യപ്പെട്ടതെന്ന് ഈ സർക്കാർ ഉത്തരം പറയണ്ടേ? അത് സംബന്ധിച്ച് 21 ശേഷം പീരുമേട് താലൂക്കിലെ ഈ വ്യാപകമായ കയ്യേറ്റം സംബന്ധിച്ച് നിരവധി റിപ്പോർട്ടുകൾ പീരുമേട് തഹസിൽദാർക്ക്, വില്ലേജ് ഓഫീസറും താലൂക്ക് സർവേയറും നൽകിയെങ്കിലും ഒരു നടപടി ഉണ്ടായില്ല സർ. ഈ വ്യാജ പട്ടയങ്ങൾ ഉണ്ടാക്കുകയും ക്രയവിക്രയം അഭംഗുരം നടക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അതിൻ്റെ അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതിന് പിന്നിൽ വലിയൊരു ലോബി പ്രവർത്തിക്കുന്നുവെന്നും ആ ലോബിക്ക് ഈ സർക്കാരിൻ്റെ ശക്തമായ പിന്തുണ ലഭിക്കുന്നുവെന്നും, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇതുപോലെ റിപ്പോർട്ടുകൾ വന്നിട്ട് സമയത്ത് ഇത് ഒഴിപ്പിക്കാൻ കഴിയാവുന്നത്? സർ, ഇതിൻ്റെ പ്രശ്നം യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള കയ്യേറ്റങ്ങൾ ഒടുവിൽ ഈ തലയ്ക്ക് നട്ടപ്പുറ പതിക്കുന്ന, അല്ലെങ്കിൽ ഇതിൻ്റെ വേദന പേറേണ്ടി വരുന്നത് ഇടുക്കിയിലെ സാധാരണ ജനങ്ങളാണ് സർ. ഇപ്പോൾ മന്ത്രി ഇവിടെ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചില്ലേ, 2 ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ പട്ടയ വിതരണം 1964 റൂള് പ്രകാരമുള്ള പട്ടയ വിതരണം തടസ്സപ്പെട്ടിരിക്കുകയാണ്. സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ 1993 പ്രകാരമുള്ള പട്ടയ വിതരണം തടസ്സപ്പെട്ടിരിക്കുകയാണ്. 20,000-ലേറെ ആളുകൾ പട്ടയം കാത്തിരിക്കുമ്പോൾ ഇടുക്കി ജില്ലയിൽ പൂർണ്ണമായും പട്ടയ വിതരണം തടസ്സപ്പെട്ടു എന്നാണ് യാഥാർത്ഥ്യം. സാർ, ഇതിന് ചെറിയൊരു പശ്ചാത്തലമുണ്ട്. ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. നമുക്കറിയാം, ഏറ്റവും ഒടുവിലായി ആ ജില്ല ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് ഗാഡ്ഗിൽ കസ്തൂരംഗൻ റിപ്പോർട്ടുകളായിരുന്നു. എൻ്റെ കയ്യിൽ ഉള്ളത് UPA സർക്കാർ അധികാരത്തിൽ നിന്നും പോകാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുണ്ടായിരുന്നപ്പോൾ 2014 മാർച്ച് 10 ഇറക്കിയ കരട് വിജ്ഞാപനമാണ്. അതായത് 6 സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിറക്കിയ കരട് വിജ്ഞാപനത്തിൽ 5 സംസ്ഥാനങ്ങൾക്കും വേണ്ടി ഒരു അനക്സർ ഉണ്ടാവുകയും 6ാമത്തെ കേരളത്തിന് വേണ്ടി മാത്രം പ്രത്യേകമായ ഒരു അനക്സർ കൊണ്ടുവന്ന് ജനവാസ മേഖലകളെ ഒഴിവാക്കി അന്നത്തെ UDF സർക്കാർ, പ്രത്യേകിച്ച് ബഹുമാന്യായ ശ്രീ ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ എടുത്ത വലിയ എഫേർട്ടിന്റെ ഭാഗമായി അത് ഒഴിവാക്കി കൊണ്ടുവന്നപ്പോൾ ഇത്രയും പോരാ, ഇതിൽ ഈ തടാകങ്ങളും ചോലമേഖലകളും ഒഴിവാക്കണമെന്ന് പറഞ്ഞ് CPM അടക്കം സമരത്തിനിറങ്ങി അതിൻ്റെ പേരിൽ സ്ഥാനാർത്ഥി പിന്തുണയ്ക്കുകയും വലിയ വിവാദങ്ങൾ ഉണ്ടാക്കി ഞങ്ങളെ വലിയ പ്രതിരോധത്തിലാക്കി ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇടുക്കിയിൽ വെച്ച ബോർഡുകൾ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് സാർ. ESA പട്ടയ വിഷയങ്ങൾക്ക് ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞ് ജനങ്ങളെ സമീപിച്ച് വോട്ട് വാങ്ങി നിങ്ങൾ ജയിച്ചു വന്നു. അന്ന് പാർലമെന്റിൽ ജയിച്ചു. പിന്നീട് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ജയിച്ചു വന്ന മുഴുവൻ ആളുകൾക്കും അറിയാം, മുഴുവൻ ഇടുക്കിയിലെ മലയോര പ്രദേശങ്ങളിൽ എഴുതി വെച്ചത് ESA പട്ടയ വിഷയങ്ങൾക്ക് ശാശ്വത പരിഹാരം എന്നാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ഞാനൊരു കാര്യം പറയട്ടെ, അങ്ങ് മുഖ്യമന്ത്രി അടക്കമുള്ളതുകൊണ്ട് അങ്ങ് അധികാരത്തിൽ വന്ന് 3 മാസം തികയുന്നതിന് മുമ്പ് ഇറക്കിയ ഓർഡറാണ് സാർ എൻ്റെ കയ്യിലുള്ളത്. 9/6/2016 ഒന്നാം പിണറായി സർക്കാർ ഇറക്കിയ ആദ്യത്തെ ഉത്തരവ് ആ സർക്കുലറിലാണ് ആദ്യമായി പറഞ്ഞത് ഇടുക്കി ജില്ലയിലെ 8 വില്ലേജുകളിൽ NOC ഇല്ലാതെ ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തേണ്ടതില്ല എന്ന്. അതിനടിസ്ഥാനമായി നിങ്ങൾ സൂചിപ്പിച്ചത് 1801/2010 എന്ന് പറയുന്ന കേസിലെ ഡിവിഷൻ ബെഞ്ചിലെ വിധിയാണ്. സാർ, 1801/2010 കേസിലെ ഇൻട്രീം ഓർഡർ വരുമ്പോൾ അച്യുതാനന്ദൻ സർക്കാർ അധികാരത്തിലിരുന്നു. അതിനുശേഷം ഉമ്മൻചാണ്ടി സർക്കാർ 5 വർഷം ഭരിച്ചു. ആ സമയത്തൊന്നും ഇല്ലാതിരുന്ന നിയന്ത്രണം ആദ്യമായി ഇടുക്കിയിലെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചത് അങ്ങാണെന്നത് അങ്ങ് വിസ്മരിക്കരുത് സാർ.
കാരണം അങ്ങ് ആ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി, ഇടുക്കിയിലെ ഭൂരിപക്ഷം സീറ്റുകൾ ജയിക്കാൻ വേണ്ടി ESA പട്ടയ വിഷയങ്ങൾക്ക് ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞു വന്നിട്ട് ഇത് ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിച്ച അങ്ങയുടെ സർക്കാരാണ് എന്നത് അങ്ങേക്ക് വിസ്മരിക്കാൻ കഴിയില്ല. കാരണം അതിന് പിന്നാലെയാണ് ഒന്നിനു പിറകെ ഒന്നായി ഈ തിരിച്ചടിയെല്ലാം സർക്കാരേറ്റ്. ഞാൻ പറയുന്നു, ആദ്യമായി കോടതിയിൽ പട്ടയ ഭൂമി വീട് വെക്കാനും കൃഷിക്കും അല്ലെങ്കിൽ ചെറുകിട കട നടത്താനും മാത്രമാണ് ഉപയോഗിക്കാൻ കഴിയൂവെന്ന് ഏതെങ്കിലും ഒരു സർക്കാർ നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒന്നാം പിണറായി സർക്കാരായിരുന്നു സാർ. ആ സർക്കാരിൻ്റെ നിലപാടിനെ ശരിവെച്ചുകൊണ്ടാണ് ഹൈക്കോടതി എല്ലാ നിലയ്ക്കുള്ള നിർമ്മാണ നിരോധനവും ഏർപ്പെടുത്തിയത്. ഞാൻ ചോദിക്കട്ടെ, അതിനുശേഷം ഈ സർക്കാർ 8 വില്ലേജുകൾ മാത്രമായി നിർമ്മാണ നിരോധനം കൊണ്ടുവന്നു. ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും നിയമസഭാ സാമാജികരാണല്ലോ. ഞാൻ ചോദിക്കട്ടെ, സംസ്ഥാനത്തിന് ബാധകമായ ഒരു നിയമം നടപ്പിലാക്കിയാൽ ആ നിയമം പ്രത്യേക രീതിയിൽ 8 വില്ലേജുകൾ മാത്രം നടപ്പിലാക്കണമെന്ന് എങ്ങനെയാണ് സാർ നിങ്ങൾക്ക് പറയാൻ കഴിയുക? ആ ജനങ്ങളോട് മാത്രം നിങ്ങൾ എന്തുകൊണ്ടാണ് തിരിച്ചുവേദം കാണിക്കുന്നത്? ഒരടിസ്ഥാനമില്ലാതെ, ഒരു നിയമത്തിൻ്റെ പിൻബലമില്ലാതെ നിങ്ങൾ 8 വില്ലേജുകൾ മാത്രമായി നടപ്പിലാക്കി. ഇതിൻ്റെ അകത്ത് മറ്റൊരു വാചകം ഉണ്ടായിരുന്നു സാർ. അതായത്, സ്വന്തമായി ഈ സംസ്ഥാനത്ത് എവിടെയെങ്കിലും വീടുണ്ടെങ്കിൽ ഇടുക്കി ജില്ലയിലെ ഈ 8 വില്ലേജിൽ വീട് വെക്കാൻ അവകാശമില്ല എന്ന്. ഇന്നലെ അങ്ങ് പറഞ്ഞൊരു വാചകം ഉണ്ടല്ലോ, അമിതാധികാര പ്രയോഗം എന്ന് പറഞ്ഞ വാചകം. അമിതാധികാര പ്രയോഗമാണ് സർ അങ്ങയുടെ ഉദ്യോഗസ്ഥർ നടത്തിയത്. ഈ കേസ് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്ത് വാദിച്ചത് ഞാനാണ്. ഞാൻ വാദിച്ച കേസിൽ ആ ഒരു ഭാഗം ഹൈക്കോടതി റദ്ദ് ചെയ്യേണ്ടായി. അത് അമിതാധികാര പ്രയോഗമായതുകൊണ്ടാണ് അത് റദ്ദാക്കിയത്. ഒന്നിനു പിറകെ ഒന്നായി ഈ ഇടുക്കിയിലെ ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന നിയന്ത്രണങ്ങൾക്ക് നിയമസാധുതയില്ല എന്ന് മാത്രമല്ല, നിയമപ്രകാരം നിലനിൽക്കുന്നതല്ല. അങ്ങ് പറഞ്ഞല്ലോ ഇപ്പോൾ ഇവിടെ പട്ടയ വിതരണം തടസ്സപ്പെട്ടുവെന്ന്. ഇനി നമ്മൾ CHRലേക്ക് വന്നാൽ ഞാൻ ചോദിക്കട്ടെ സാർ, എല്ലാ സർക്കാരുകളും കൈക്കൊണ്ടുവന്ന നയം അങ്ങ് പറഞ്ഞതായിരുന്നു, ശരിയാണ്. ഈ CHRൽ വരുന്ന 2,15,720 ഏക്കർ സ്ഥലം, അതിൽ കേവലം 2,15,720 ഏക്കർ സ്ഥലം മാത്രമാണ് റിസർവ് ഫോറസ്റ്റ് എന്നും ബാക്കിയുള്ള സ്ഥലം റവന്യൂവിൻ്റെ സ്ഥലമാണ് എന്ന കൺസിസ്റ്റന്റ് ആയിട്ടുള്ള നിലപാടാണ് എല്ലാ സർക്കാരുകളും സ്വീകരിച്ചു വന്നത്. പക്ഷേ ഇന്നിപ്പോ സുപ്രീം കോടതി സ്റ്റേ വരാൻ കാരണം എന്താണ് സാർ? അതായത് ആ സ്റ്റേ വരാൻ കാരണം 6/9/2018, അതായത് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ സർക്കാരിന്റെ സമയത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയാണ് സാർ. ആ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആ റിപ്പോർട്ടിൽ 2,10,000 ഏക്കർ സ്ഥലം റിസർവ് ഫോറസ്റ്റ് ആണ് എന്ന് ആദ്യമായി അങ്ങയുടെ കീഴിലുള്ള ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 2,10,000 ഏക്കർ സ്ഥലം ഫോറസ്റ്റ് റിസർവ് ആണെന്ന് ആദ്യമായി റിപ്പോർട്ട് എഴുതി. ആ റിപ്പോർട്ട് കേസിലെ വാദികൾ സുപ്രീം കോടതിയിൽ ഹാജരാക്കി. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അവകാശപ്പെടുന്നത് CHRലെ ഭൂമി മുഴുവൻ റിസർവ് ഫോറസ്റ്റ് ആണ് എന്ന് കോടതിയിൽ കാണിച്ചു. ആ സമയത്ത് ഏത് കോടതിയും സ്റ്റേ ചെയ്യും സാർ? കാരണം ഫോറസ്റ്റ് ലാൻഡ് ഏലിനേറ്റ് ചെയ്യാൻ ഒരു സർക്കാരിനും അധികാരമില്ല എന്ന് പറയും. ആ വിധി ഇടുക്കിയിലെ ജനങ്ങൾക്ക് മേൽ, CHRലെ പട്ടയം കാത്തിരിക്കുന്ന 10,000 ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിച്ചത് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആ റിപ്പോർട്ടല്ലേ സാർ? അതിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയോ? കൺസിസ്റ്റന്റ് ആയ ഒരു എല്ലാ സർക്കാരുകളും സ്വീകരിച്ചു വന്ന നിലപാട് 15,000 ഏക്കർ റിസർവ് ഫോറസ്റ്റ് ആണ്, ബാക്കി റവന്യൂവിന്റെ ലാൻഡാണ്. റവന്യൂ ലാൻഡിന് പട്ടയം കൊടുക്കാമെന്നിരിക്കെ ആ റവന്യൂ ലാൻഡ് അല്ല എന്നുള്ള ആദ്യത്തെ റിപ്പോർട്ട് ഇവോൾവ് ചെയ്ത് രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തല്ല എന്ന് പറയാൻ കഴിയോ? അതാണിപ്പോ കോടതി. അല്ലാതെ വെറുതെ കോടതി വിധി ഉണ്ടായി എന്ന് പറഞ്ഞ് നിങ്ങൾ കോടതിയെ ചാരി പറയരുത്. ഹൈക്കോടതിയിൽ എങ്ങനെയാണ് വിധി ഉണ്ടായത്? ഹൈക്കോടതിയിൽ വിധി ഉണ്ടായത് അങ്ങ് പറയണം. അങ്ങ് അധികാരത്തിൽ വന്ന സർക്കാർ വന്നതിന് ശേഷമാണ് ആദ്യമായ ഒരു കോടതിയിൽ പറഞ്ഞത് പട്ടയ ഭൂമിയിൽ ഈ 3 കാര്യങ്ങൾക്ക് മാത്രമേ അനുവാദം നൽകാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്ന്. സാർ, എൻ്റെ കയ്യിൽ 1963 ആ പട്ടയ ഭേദഗതി നിയമം അല്ലെങ്കിൽ ആ ഭൂപതിവ് നിയമം ഈ നിയമസഭ ചർച്ച ചെയ്തപ്പോ ആരൊക്കെയാണ് സാർ? PT ചാക്കോയാണ് ഞാൻ അവസാനിപ്പിക്കാം മൂവ് ചെയ്തത്. ഗൗരിയമ്മ, VR കൃഷ്ണയ്യർ, എത്രയോ പ്രഗത്ഭരായ നിയമസഭാ സാമാജികർ പറഞ്ഞു. അവരാരും ആ നിലപാടിലല്ല സാർ ഈ നിയമം പാസ്സാക്കിയത്. ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ പറയുന്ന കേട്ടിട്ട് അവരുടെ ഈഗോ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി അവരെഴുതി കൊടുക്കുന്നത് സർക്കാരിന്റെ നിലപാടായി ഹൈക്കോടതിയിൽ പറഞ്ഞതാണ് സാർ ഇന്ന് വന്ന ഈ ഗതികേടെന്ന് പറയുന്നത്. അത് മാത്രമാണോ? CHRലെ പട്ടയ വിഷയത്തിന് പുറമെ അതിന് തൊട്ട് പിന്നാലെ വീണ്ടും അടുത്ത വരികയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ് സാർ, അത് അവസാനിപ്പിക്കുകയാണ്. അതായത് ഇപ്പോ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ പേരിൽ അങ്ങയുടെ കീഴിലുള്ള വകുപ്പാണല്ലോ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് കീഴിൽ പരിസ്ഥിതി ലോല മേഖല പോലെ 13 വില്ലേജുകളെ അടയാളപ്പെടുത്തി അവിടെയും നിയന്ത്രണം കൊണ്ടുവരികയാണ് സാർ. ഞാൻ വളരെ വേദനയോടുകൂടി പറയുന്നു, അങ്ങ് പ്രഖ്യാപിച്ച ഇടുക്കി പാക്കേജ് എന്ന് പറയുന്നത്
ഇടുക്കി പാക്കേജിൽ 1 രൂപ നൽകിയില്ല എന്ന് മാത്രമല്ല, അങ്ങ് പ്രഖ്യാപിച്ച ഇടുക്കി പാക്കേജ് എന്ന് പറയുന്നത് ഇടുക്കിയിൽ നിന്നും ജനങ്ങളെ പാക്ക് ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു എന്ന് ഇപ്പോഴാണ് സാർ മനസ്സിലായത്. ഈ പ്രയാസത്തിന്റെ എല്ലാം ഇടയിലാണ് വനയോര മേഖലയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന വന്യജീവി ആക്രമണം. അത് മാത്രമാണോ, എല്ലാ നിലയിലും ഫോറസ്റ്റുകാരുടെ അക്രമം ഒരു വശത്ത്, മറുവശത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഈ കഴിഞ്ഞ ദിവസം അങ്ങയുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു കടുവയെ വെടിവെച്ച് വീഴ്ത്തിയില്ലേ, വെടിവെച്ച് കൊന്നില്ലേ? അവർക്കെതിരെ കേസില്ല. അതേ കടുവ ആക്രമിച്ചതിന്റെ പേരിൽ, ആ കടുവയെ കല്ലെറിഞ്ഞതിന്റെ പേരിൽ, ആ കടുവയുടെ കാലിന് പരിക്ക് പറ്റിയതിന്റെ പേരിൽ ഇന്നും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കേസെടുത്തവൻ പോലീസ് സ്റ്റേഷനും കോടതിയും കയറി ഇറങ്ങുകയാണ് സാർ. അത് മാത്രമല്ല സാർ, ഒരു കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം കുട്ടമ്പുഴയിലെ ഒരു സമരത്തിൽ പങ്കെടുക്കാൻ പോയി. ഞാൻ അവിടെ പോയിട്ട് മടങ്ങി വരുമ്പോൾ ഒരു പാവപ്പെട്ട സ്ത്രീ പറയായിരുന്നു, സാർ എനിക്കെതിരെ ഒരു കേസാണ്, എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ വീട്ടില് എൻ്റെ അപ്പച്ചൻ പാച്ചു എന്ന് പറഞ്ഞ കുഞ്ചൻ എന്ന് പറയുന്ന കുട്ടമ്പുഴ കോളനിയിലെ വ്യക്തി, അവിടെ ആരോ ഒരു മ്ലാവിനെ വെടിവെച്ചു. ആ ഫോറസ്റ്റുകാർ വരുമ്പോൾ അതേ ഉണ്ടായിരുന്നു. അതിന്റെ പേരിൽ മ്ലാവറച്ചി കഴിച്ചു എന്നതിന്റെ പേരിൽ അദ്ദേഹം കോടതി കയറി ഇറങ്ങിയാണ് സാർ, ഒരു കുടുംബം മുഴുവൻ. ഇതാണ് മലയോര മേഖലയിലെ ജനങ്ങളുടെ അവസ്ഥ. ഈ പട്ടയ വിതരണം തടസ്സപ്പെടുത്തിയതോ ഭൂപ്രശ്നങ്ങളോ കേവലം കോടതി ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. ഒന്നുകിൽ അങ്ങയുടെ സർക്കാർ ബോധപൂർവം ചെയ്ത്, അതല്ലെങ്കിൽ ഈ വിഷയത്തെ അവസാനിപ്പിക്കാൻ സാർ ബോധപൂർവം അല്ല ചെയ്ത്. ഈ കാര്യത്തിൽ കോടതിയിൽ കൃത്യതയോടും വ്യക്തതയോടും കൂടി ഈ കേസ് നടത്തിയില്ല എങ്കിൽ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് മലയോര കർഷകർ വഴിയാധാരമാകുമെന്നുകൊണ്ടാണ് ഈ വിഷയം സഭ നിർത്തി വെച്ചത് ഞാൻ ആവശ്യപ്പെട്ടത്. ബഹുമാനപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി. ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ച വിഷയങ്ങളിൽ ഈ സഭയിലൊരു സാമാജികൻ എന്ന നിലയിൽ, മന്ത്രി എന്ന നിലയിൽ മാത്രമല്ല, ഒരു സാമാജികൻ എന്ന നിലയിൽ എനിക്ക് അങ്ങയോട് അഭ്യർത്ഥിക്കാനുള്ളത്, റൂൾ 50 സഭയുടെ ഒരു അവകാശമാണ്. സഭയിൽ ഏതംഗത്തിനോ അവതരിപ്പിക്കാവുന്ന ഒരു അവകാശമാണ്. പക്ഷെ ആ അവകാശത്തെ ദുരുപയോഗം ചെയ്യരുത്. അതിലങ്ങ് പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധയുണ്ടാകണം. ഇവിടെ എഴുതി തന്ന നോട്ടീസല്ല, എഴുതി തന്ന നോട്ടീസിൽ മറുപടി പറയാൻ ചുമതലപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രിയോടല്ല ചോദ്യം ബഹുമാനപ്പെട്ട അങ്ങ് ഉന്നയിക്കുന്നത് എന്താണോ അംഗം കഴിഞ്ഞ 4 വർഷമായി ലക്ഷ്യം വയ്ക്കുന്നത് ആ വഴിയിലേക്ക് ഇതൊന്ന് മാറ്റി തിരിച്ചുവിടാനുള്ള ശ്രമമാണ് സാർ. അതിന് മലയോര മേഖലയിലെ പാവപ്പെട്ട മനുഷ്യനെ വിധേയമാക്കരുത്, അവനെ അതിൻ്റെ ഉദ്വകരണമാക്കി മാറ്റരുത് എന്ന് എനിക്ക് ആദ്യമായി അഭ്യർത്ഥിക്കാനുണ്ട്. 40 വർഷം ആ നടപടിയുമായി പോയാലും ഒരു കുലുക്കവും ഈ ഗവൺമെന്റിന് ഉണ്ടാകില്ല. അങ്ങനെയുള്ള അമ്പൊന്നും മേയുന്ന വിധത്തിലുള്ള ഒന്നല്ല ഈ കാര്യം. ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം യഥാർത്ഥത്തിൽ 2016 സർക്കുലറിനെ കുറിച്ചാണ്. സാർ അംഗം ആ റിപ്പോർട്ട് കണ്ടു കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ സർക്കുലറിൻ്റെ നമ്പർ ഞാൻ വായിക്കാം. നമ്പർ C4 25/908/2015. ഇതിറക്കിയത് 9/6/2016 എന്ന് മാത്രമേ ഉള്ളൂ. സാർ എന്തിനാണ് ആ സർക്കുലർ ഇറക്കിയത്? 1801/2010 എന്നൊരു കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ, ഞാൻ ആ കേസ് വിശദീകരിക്കുന്നില്ല, കാരണം അംഗം തന്നെ പല കേസുകളിലും അവരുടെ വക്കീലായി ഇടപെട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് അത് നന്നായിട്ട് അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ കോടതി വിധിയിൽ പട്ടയത്തിൻ്റെ വ്യവസ്ഥാ ലംഘനങ്ങൾ പട്ടയം റദ്ദാക്കുന്നതിനുള്ള കാരണങ്ങളാണ് എന്ന് കോടതി എടുത്തു പറഞ്ഞിരിക്കുകയാണ്. NOC നിർബന്ധമാക്കിയതോടുകൂടി ഇടുക്കി ജില്ലയിൽ പട്ടയഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ധാരാളമായ അപേക്ഷകളുണ്ടായി. NOC നൽകുന്നതിനുള്ള മാനദണ്ഡങ്ങളുടെ അവ്യക്തത മൂലം സാർ 2010 മുതൽ 16 വരെ ഒരാൾക്കും അവിടെ നിർമ്മാണ പ്രവർത്തനം നടത്താൻ പറ്റാത്ത ഗതികേടുണ്ടായ ഘട്ടത്തിലാണ് ആ NOC അനുസരിച്ചിട്ടുള്ള ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് എങ്ങനെയാണ് കോടതി പറയപ്രകാരം NOC കൊടുക്കാൻ പറ്റുന്നത് എന്നൊരു സർക്കുലർ ഇറക്കിയത്. അത്ര മാത്രമേ ഉള്ളൂ സാർ. ഞാൻ രാഷ്ട്രീയമായി പറയുകയല്ല, എങ്കിലും ആ കഴിഞ്ഞ 5 വർഷക്കാലം, കൊല്ലം എല്ലാവർക്കും അറിയാം, 1801/2010 എന്ന 5 വർഷക്കാലം ഈ കോടതി വിധിയുടെ നിരോധനത്തെ നേരിടാൻ ഒരു നടപടിയും ഉണ്ടാക്കാത്ത ഗതികേട് ഉണ്ടായി എന്ന യാഥാർത്ഥ്യം കൂടി സാർ ഈ ഘട്ടത്തിൽ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അത് NOC നൽകിയത് ആളുകളെ ബുദ്ധിമുട്ടിക്കാനല്ല, എന്നു മാത്രമല്ല കോടതിയുടെ നടപടിക്രമങ്ങൾ പാലിച്ചെങ്ങനെ ഗൃഹനിർമ്മാണം നടത്തണമെന്നുള്ളതിൻ്റെ വിശദാംശങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടുള്ള സർക്കുലറാണ് സാർ അതിലുള്ളത്. ആ സർക്കുലർ മേശപ്പുറത്ത് വെക്കേണ്ട കാര്യമില്ല, അത് കേരളത്തിൽ ഇറങ്ങിയ സർക്കുലറാണ്. അത് വായിക്കാൻ അങ്ങ് സമയം അനുവദിക്കാത്തത് കൊണ്ട് ഞാൻ ആ കാര്യത്തിലേക്ക് കടക്കുന്നില്ല. അനുവദിക്കുകയാണെങ്കിൽ അത് വായിക്കുന്നതിനും എനിക്ക് വിരോധമുണ്ടാകുന്ന കാര്യമല്ല. സാർ ഇവിടെ പറഞ്ഞ CHRമായി ബന്ധപ്പെട്ട പ്രശ്നം, സാർ എന്താണ് കോടതിയിൽ കേരളത്തിലെ ഗവൺമെൻറ് പറഞ്ഞത്? അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം 2007 KP രാജേന്ദ്രനും ബഹുമാനപ്പെട്ട അന്നത്തെ മന്ത്രിമാരായിരുന്ന KP രാജേന്ദ്രനും ബിനോയ് വിശ്വവും എളമരം കരീമും ഉൾപ്പെടെയുള്ള സംഘത്തെ അവിടേക്ക് അയച്ച് അവർ കണ്ടെത്തിയ നിലപാടിൽ നിന്ന് അണുവിട മാറ്റം മാറി വന്ന ഒരു ഗവൺമെന്റും പറഞ്ഞിട്ടില്ല. സാർ ആ വിഷയത്തിൽ കോടതിയുടെ മുമ്പാകെ വളരെ കൃത്യമായി
24/10/2024 പരിഗണിക്കപ്പെടും പ്രകാരം ചീഫ് സെക്രട്ടറിയെ തന്നെ പറഞ്ഞയച്ചുകൊണ്ട് ആ കോടതിയുടെ ഇടപെടലിൽ കേരളം അഫിഡവിറ്റ് സമർപ്പിച്ചു സാർ. ആ അഫിഡവിറ്റിൽ പക്ഷേ അഫിഡവിറ്റ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കെ കോടതി പറഞ്ഞു, അണ്ടിൽ ഫർദർ ഓർഡേഴ്സ് വി ഡയറക്ട് ദാറ്റ് ദ സ്റ്റേറ്റ് ഓഫ് കേരള ഷാൽ നോട്ട് അലോട്ട് എനി ഫ്രഷ് പട്ട ഫോർ കാർഡമം കൾട്ടിവേഷൻ, നോട്ട് ഷാൽ ഇറ്റ് പെർമിറ്റ് ഫർദർ ലാൻഡ് ഫ്രം ദ ഏരിയ നോട്ടിഫൈഡ് ആസ് CHR ടു ബി കൺവെർട്ടഡ് ഫോർ കമേഴ്സ്യൽ എക്സ്പ്ലോയിറ്റേഷൻ. സാർ, ഈ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ നടപടിക്രമങ്ങളിൽ കാത്തിരിക്കുക മാത്രമല്ല, തുടർച്ചയായി അഡ്വക്കേറ്റ് ജനറലിൻ്റെ നിയമോപദേശം തേടി ആ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമം തന്നെയാണ് സാർ ഈ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഗവൺമെൻറ് ഏതെങ്കിലും വിധത്തിലുള്ള ഗൃഹനിർമ്മാണങ്ങൾക്ക് തടസ്സമുണ്ടാക്കിയില്ല എന്ന് മാത്രമല്ല സാർ, ആ വ്യവസ്ഥകളെ മറികടക്കുന്നതിന് വേണ്ടി എത്രയേറെ നടപടികളാണ് സാർ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് എടുക്കാനുള്ള നടപടി സ്വീകരിച്ചത്. സാർ, ആനവിലാസത്തെ ഈ 8 സ്ഥലങ്ങളിൽ നിന്ന് ഒഴിവാക്കിയത് ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് സാർ. 1960 നിയമത്തിൽ പട്ടയ വ്യവസ്ഥകളുടെ ലംഘനം ക്രമീകരിച്ചു നൽകുന്നതിനെക്കുറിച്ച് യാതൊന്നും പറഞ്ഞിട്ടില്ല എന്ന പ്രശ്നം വന്ന ഒരു ഘട്ടത്തിൽ സാർ, കേരളത്തിൽ 60 വർഷക്കാലമായി നിലനിൽക്കുന്ന 960 ഭൂപതിവ് നിയമം ഭേദഗതി ചെയ്ത ഗവൺമെൻറ്റിൻ്റെ പേര് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ് എന്നാണ് സാർ. എൻ്റെ സമീപത്തിരിക്കുന്ന ഇടുക്കിയിലെ മന്ത്രി കൂടിയായിട്ടുള്ള സുഹൃത്ത് ശ്രീ റോഷി അഗസ്റ്റിൻ ആശുപത്രി കിടക്കയിൽ നിന്ന് അവിടെ കുത്തിയ മരുന്നുകളുടെ കൂടി അടിസ്ഥാനത്തിൽ ഈ സഭയിൽ വന്നിരുന്നതാണ് ആ അവതരണത്തിന് സാക്ഷിയായി. സാർ, അന്ന് അങ്ങുന്നയിച്ച തടസ്സവാദത്തെക്കുറിച്ച് ഈ സഭയ്ക്ക് എല്ലാവർക്കും അറിയാം. ഞാനത് വിശദീകരിക്കാൻ ഈ ഘട്ടത്തിൽ മുതിരുന്നില്ല. സാർ, ഞാൻ ഈ സഭയുടെ മുമ്പാകെ പറയട്ടെ, 960 ഭൂപതിവ് നിയമത്തിൻ്റെ ഭേദഗതി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും 3ാം വായനയിൽ ഇടപെട്ട് നൽകിയ നിർദ്ദേശം ഉൾപ്പെടെ അംഗീകരിച്ചുകൊണ്ട് ഏകകണ്ഠമായി ഈ സഭ പാസാക്കിയ ഒരു ഭൂപതിവ് നിയമത്തിൻ്റെ ഭേദഗതിയാണ് സാർ. ആ ഭൂപതിവ് നിയമം പാസാക്കിയ ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ്. അതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഞാൻ വിശദീകരിച്ചതുപോലെ ചില സാങ്കേതിക പ്രതിസന്ധികൾ നിലനിൽക്കുന്നത് കൊണ്ട് അതിലേതെങ്കിലും വിധത്തിലുള്ള കാലതാമസം ഉണ്ടാവുകയല്ല, വിശദമായിട്ടുള്ള നിയമ പരിശോധന നടത്തിക്കൊണ്ട് വേണം മാത്രം ആ കാര്യത്തിൽ ആവശ്യമായ നടപടിക്രമങ്ങൾ എടുക്കാൻ പാടുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ചട്ടഭേദഗതിക്ക് ഇത്തിരി കാലതാമസം ഉണ്ടായത്. ഈ സഭയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഞാൻ ഈ സഭയ്ക്ക് ഉറപ്പ് നൽകുന്നു, ഏപ്രിൽ മാസത്തിൽ ഏറ്റവും സാധാരണക്കാരനായ മനുഷ്യന് വേറെ ഒരു വിധത്തിലുമുള്ള ബാധ്യതയില്ലാത്ത വിധത്തിൽ ഏപ്രിൽ മാസത്തിൽ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ചട്ടം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കും, അത് പാസ്സാക്കും എന്ന കാര്യം ഞാൻ ഈ സഭയ്ക്ക് ഉറപ്പ് നൽകുകയാണ്. സാർ, എത്ര പട്ടയ പ്രശ്നങ്ങളാണ് ഇടുക്കി ജില്ലയിൽ ഇപ്പോൾ പരിഹരിക്കുന്നത്? ബഹുമാനപ്പെട്ട അംഗങ്ങൾ അറിയുന്നുണ്ടോ എന്നെനിക്കറിയില്ല. നമ്മുടെ കട്ടപ്പന ടൗൺഷിപ്പ് 614 ടൗൺഷിപ്പിലെ പട്ടയങ്ങൾ സർവേ നടപടികൾ പൂർത്തീകരിച്ച് ടൗൺഷിപ്പിലെ ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള അന്ത്യ നടപടികളിലാണ്. സാർ, ഇടുക്കി പ്രദേശത്തെ 3 ചെയിൻ മേഖല, അയ്യപ്പൻകോവിൽ 876, കാഞ്ചിയാറിൽ 750 വില്ലേജുകളിലായി ആകെ 1626 കൈവശക്കാർക്ക് പട്ടയം നൽകുന്നതിനുള്ള റിപ്പോർട്ട് സർക്കാരിന് ലഭിച്ചു കഴിഞ്ഞു. 4ാം വാർഷികവുമായി ബന്ധപ്പെട്ട പട്ടയമേളയിൽ നമുക്കത് വിതരണം ചെയ്യാനാകും. സാർ, കല്ലാർകുട്ടി ഡാമിലെ 10 ചെയിൻ പ്രദേശം, വെള്ളത്തൂവൽ പഞ്ചായത്തിൽ 1039, ഇടുക്കി താലൂക്കിലെ കൊന്നത്തടി വില്ലേജിലെ 366 ഉൾപ്പെടെ 1405 പട്ടയങ്ങൾ മാർച്ച് മാസത്തിൽ സർക്കാരിലേക്ക് റിപ്പോർട്ട് ലഭ്യമാവുകയാണ്. ഏറ്റവും വേഗത്തിൽ നമുക്കത് പരിശോധിക്കാം. സാർ, നീലക്കുറിഞ്ഞി സാങ്ച്വറി, ഇതുമായി ബന്ധപ്പെട്ട് ദേവികുളം സബ് കളക്ടറെ സെറ്റിൽമെൻറ്റ് ഓഫീസറായി നിയമിച്ചു. ജില്ലയിൽ ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി അവിടെ ഓഫീസ് അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നു. സാർ, മാങ്കുളത്തെ മിച്ചഭൂമി വിതരണം 8 ബിറ്റുകളിലായി 1016 കൈവശക്കാർക്ക് പട്ടയം നൽകുന്നതിനായി വനവും റവന്യൂവും കൈവശ ഭൂമികൾ വേർതിരിച്ച് അവ നൽകുന്നതിനുള്ള സർവേ നടപടികൾ ആരംഭിച്ചു. സാർ, KDH വില്ലേജിലെ കുറ്റിയാർ വാലിയിൽ ഡിജിറ്റൽ സർവേ ആരംഭിച്ചു എന്ന് മാത്രമല്ല, അതിവേഗം അത് പൂർത്തീകരിച്ചു പട്ടയം കൊടുക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് നാം കിടക്കുകയാണ്. സാർ, കരിവണ്ണൂർ പ്രവർത്തിക്കുന്ന ഭൂപതിവ് ഓഫീസിൽ നിലനിൽക്കുന്ന 10,000-ലേറെ അപേക്ഷകൾ ഈ ഗവൺമെൻറ് പാസ്സാക്കിയ 2020/2020 എന്ന ഗവൺമെൻറ് ഉത്തരവിലൂടെ 10,000-കണക്കിന് വരുന്ന അപേക്ഷകൾ നമുക്കറിയാവുന്ന പോലെ ഉടുമ്പന്നൂർ, വണ്ണപ്പുറം, വെള്ളിയാമറ്റം, അറക്കുളം, നെയ്യശ്ശേരി ഈ വില്ലേജുകളിലെ ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന വിധത്തിൽ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കൂടുതൽ സർവേയർമാരെ നിയോഗിച്ച്
ഇടുക്കിയിൽ MLA-മാരുടെ അഭിപ്രായ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് പൂർത്തീകരിക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കിടക്കുകയാണ്. സാർ, ചെറുതോണി ഗാന്ധിനഗർ കോളനി 250 കൈവശക്കാരുടെ പ്രശ്നം മാർച്ച് മാസത്തിൽ റിപ്പോർട്ട് കിട്ടും. ഏറ്റവും വേഗത്തിൽ ആ പ്രശ്നം പരിഹരിക്കും. സാർ, കട്ടപ്പനയിലെ ടീക്ക് പ്ലാന്റേഷൻ, പെരിഞ്ചാംകുട്ടി പ്രദേശത്തെ സർവേ നടപടികൾ, പൊന്മുടി പദ്ധതി ഡാമിൻ്റെ 10 ജോയിന് പുറത്തുള്ള പട്ടയം, പൊന്മുടി ഡാമിൻ്റെ 10 ജോയിന് പുറത്തുള്ള 161 കൈവശക്കാർക്ക് പട്ടയം അനുവദിക്കുന്നതിൻ്റെ ഭാഗമായി 97 കേസുകളിൽ സർവേ നടപടി പൂർത്തീകരിച്ചു. 64 കേസുകളിൽ സർവേ നടപടികൾ ഉടനടി നടക്കുകയാണ്. സാർ, ഇടുക്കിയുമായി ബന്ധപ്പെട്ട കയ്യേറ്റങ്ങൾ എല്ലാവരെയും ഒരുപോലെ കാണരുത് സാർ. കുടിയേറ്റക്കാരായ ധാരാളമായി മനുഷ്യരുണ്ട്. ആ മനുഷ്യരിൽ അർഹതപ്പെട്ട ആളുകളുണ്ട്. കുടിയേറ്റവുമായി ബന്ധപ്പെട്ട അങ്ങനെ അർഹതപ്പെട്ട ആളുകൾക്ക് പൂർണ്ണമായി പട്ടയം നൽകണം എന്നാണ് ഈ ഗവൺമെന്റിന്റെ അഭിപ്രായം. സാർ, 93 വനഭൂമി ചട്ടവുമായി ബന്ധപ്പെട്ട് എത്ര വേഗതയിലുള്ള നടപടികളാണ് ഈ ഗവൺമെന്റ് എടുക്കുന്നത്? 30 വർഷക്കാലമായി അപേക്ഷ കൊടുക്കാൻ പോലും അനുവാദം ഇല്ലാതെ നിൽക്കുന്ന 10,000-കണക്കിന് മനുഷ്യർക്ക് രാഷ്ട്രീയത്തിനതീതമായി 55,000-ത്തിലധികം വരുന്ന ആളുകളുടെ വിവരശേഖരണം നടത്തി 30 വർഷത്തിന് ശേഷം സംയുക്ത പരിശോധന ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളുമായി ഈ ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. സാർ, അവിടെ സാധാരണക്കാരായ മനുഷ്യർക്ക് ഇങ്ങനെ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കേരളം കണ്ട ഏറ്റവും ശ്രദ്ധേയമായ സർവേ നടപടികളിലൂടെ, ഡിജിറ്റൽ സർവേ നടപടികളിലൂടെ നമ്മുടെ നാട് പോകുന്നത്. കേരളത്തിന് അഭിമാനമായ ഡിജിറ്റൽ റീസർവേ. ഇടുക്കിയിലെ പല കയ്യേറ്റങ്ങളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അത് കുടിയേറ്റമല്ലാതെ ദീർഘകയ്യേറ്റമായി മാറുന്നതിൻ്റെ പ്രശ്നം. അവിടെ മൈനർ സർക്യൂട്ടുകളാണ് അധികവും. 900, 1000, 10,000 വരെ ഏക്കർ ഭൂമിയുള്ള മൈനർ സർക്യൂട്ടുകൾ. അവിടെയൊന്നും വ്യാജമായ പട്ടയം കൊടുത്തതല്ല. ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ പാറയിൽ പട്ടയം കൊടുക്കാനാകില്ല. 11(2)(8) പ്രകാരം അത് നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ പാറയ്ക്ക് പട്ടയം കൊടുത്തതല്ല, അനധികൃതമായി കൊടുത്തതുമല്ല. കൊടുത്ത സ്ഥലം ഇന്നയിടത്താണ് എന്ന് ചിലർ തെറ്റായി രേഖപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ നടപടികൾ ഉണ്ടാകുന്നത്. ഞാൻ ഈ സഭയോട് പറയട്ടെ, ഏതെങ്കിലും വിധത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ സ്വാധീനങ്ങൾക്ക് വശപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ സർവേ മാറ്റിക്കൊടുക്കുകയോ ഭൂമി തെറ്റായി തണ്ടപ്പേര് കൊടുക്കുകയോ ചെയ്താൽ അത്തരം ഉദ്യോഗസ്ഥന്മാർ ഗവൺമെന്റിന്റെ റവന്യൂ വകുപ്പിന്റെ ലിസ്റ്റിലുണ്ടാകില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവും അങ്ങേക്ക് വേണ്ട. ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ, കയ്യേറ്റത്തിന്റെ പിന്നിൽ ആരാണെങ്കിലും അതിന്റെ മുഖം ഈ ഗവൺമെന്റ് നോക്കില്ല. ചൊക്രമുടിയിൽ നാം അത് കണ്ടു. എന്തെല്ലാം ആരോപണങ്ങളായിരുന്നു ഉന്നയിക്കപ്പെട്ടത്? ഗവൺമെന്റിനെതിരായി, റവന്യൂ വകുപ്പിനെതിരായി, പാർട്ടികൾക്കെതിരായി. ഒരു തരത്തിലും ഞങ്ങളുടെ മേൽ അത് ഏശാഞ്ഞതെന്നുകൊണ്ടാണ് സാർ അവിടുത്തെ 4 പട്ടയങ്ങളും ക്യാൻസൽ ചെയ്തു. 13.9 ഏക്കർ ഭൂമി സർക്കാർ ഏറ്റെടുക്കുകയാണ്. കയ്യേറ്റങ്ങളില്ല എന്ന് ഞാൻ പറയുന്നില്ല. ആ കയ്യേറ്റങ്ങൾ തുടർച്ചയായ അന്വേഷണത്തിന് വിധേയമാവുകയാണ്. ആ കയ്യേറ്റങ്ങൾ അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായി എവിടെയെങ്കിലും കുറവ് കണ്ടിട്ടുണ്ടെങ്കിൽ കൃത്യമായ നടപടികളെടുത്ത് ആവശ്യമായ ഹിയറിംഗ് നടത്തി എല്ലാ വിധത്തിലുള്ള സംവിധാനങ്ങളോടും കൂടി അത്തരം കയ്യേറ്റങ്ങൾ ഇല്ലായ്മ ചെയ്യാനുള്ള ശക്തമായ നടപടി തന്നെ കേരളത്തിലെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് ഞാൻ ഈ ഘട്ടത്തിൽ അറിയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. സാർ, ഈ ഭൂമി കയ്യേറ്റവും അവിടുത്തെ മറ്റു പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിധത്തിൽ ആർക്കും അടിയറ വയ്ക്കുന്ന നിലപാടായിരിക്കില്ല ഗവൺമെന്റിന്റെ. വളരെ ശക്തമായി പരുന്തുംപാറയിൽ ഇപ്പോൾ പറഞ്ഞല്ലോ, അടിയന്തരമായി നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. അവിടെ 15 പ്രത്യേക ഉദ്യോഗസ്ഥന്മാരുടെ ടീമിനെ നിശ്ചയിച്ചു. സബ് കളക്ടർ അതിന്റെ ലീഡറായി. സർവേ വകുപ്പ് അന്വേഷണം നടത്തി. എല്ലാ ദിവസവും കളക്ടർ നേരിട്ട് നിരീക്ഷണം ഉണ്ടാക്കി. എല്ലാ ദിവസവും റവന്യൂ വകുപ്പ് മന്ത്രിക്ക് അതിന്റെ മറുപടി ലഭ്യമായി. അവിടെ പരുന്തുംപാറയിൽ അതന്വേഷണം നടത്തി തെറ്റായ വിധത്തിൽ വില്ലേജ് തന്നെ മാറ്റിയാണ് നടപടിക്രമങ്ങൾ നടത്തിയത്. തെറ്റായ കയ്യേറ്റം സ്ഥിരീകരിക്കപ്പെട്ടാൽ എല്ലാ നടപടികളോടും കൂടി ആ കയ്യേറ്റങ്ങൾക്കെതിരായ അതിശക്തമായ നിലപാട് ഈ ഗവൺമെന്റ് എടുക്കും. സാർ, മലയോര മേഖലയിലെ ജനങ്ങളെ സഹായിക്കാനുള്ള നടപടികളാണ് ഈ ഗവൺമെന്റ് എടുക്കുന്നത് എന്നുകൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആ ഘട്ടത്തിൽ സഭ നിർത്തിവെച്ച് ഇങ്ങനെ ഒരു പ്രശ്നം ചർച്ചയ്ക്ക് എടുക്കേണ്ടതില്ല എന്ന് അങ്ങയുടെ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ബഹുമാനപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ സഭ നിർത്തിവെക്കുന്ന ഉപക്ഷേപത്തിന് അനുമതി നിഷേധിക്കുന്നു. സർ, ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ സൂചിപ്പിച്ചതുപോലെ കുടിയേറ്റക്കാരെയും കയ്യേറ്റക്കാരെയും രണ്ടായി കാണണം. കുടിയേറ്റക്കാരെ നിയമപരമായി സംരക്ഷിക്കണം. അവർക്ക് പട്ടയം കൊടുക്കാനുള്ള നിയമപരമായ തടസ്സങ്ങൾ നമ്മൾ നീക്കണം. ഞങ്ങൾ ആ കാര്യത്തിൽ പൂർണ്ണമായ പിന്തുണയാണ്.
സാർ, കയ്യേറ്റക്കാരെ കൈകാര്യം ചെയ്യേണ്ട രീതി വേറെയാണ്. സാർ, ഇടുക്കി ജില്ലയിൽ ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കയ്യേറ്റം നടത്തിയിട്ടുള്ളത്. ആയിരക്കണക്കിന് ഏക്കർ ഭൂമി. സാർ, പരുന്തുംപാറ, വാഗമൺ, ചൊക്രമുടി, ചിന്നക്കനാൽ, മാൻകുത്തിമേട്, അണക്കരമേട്, കൊട്ടക്കാമ്പൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയാണ് കയ്യേറ്റം നടത്തിയിട്ടുള്ളത്. സാർ, ഇപ്പോൾ പറഞ്ഞ ഈ പരുന്തുംപാറ, വാഗമൺ പ്രദേശങ്ങളിലെ കയ്യേറ്റം, സാർ 2022 മുതൽ വില്ലേജ് ഓഫീസർ, താലൂക്ക് സർവേയർ അടക്കമുള്ള ആളുകൾ പീരുമേട് തഹസിൽദാർക്ക് നിരവധി റിപ്പോർട്ടുകൾ കൊടുത്തിട്ടും സാർ ഒരു നടപടി പോലും സ്വീകരിച്ചില്ല. ഒരു നടപടി പോലും. അതായത് തട്ടുപാറയാണ്. ഒരിക്കലും സർക്കാരിന് പട്ടയം കൊടുക്കാൻ കഴിയില്ല. സർക്കാർ പട്ടയം കൊടുത്തിട്ടുമില്ല. വ്യാജ പട്ടയം ഉണ്ടാക്കിയിട്ടാണ്. വ്യാജ പട്ടയം 64-ലെ 71-ലെ 91-ലേക്ക് വ്യാജ പട്ടയം ഉണ്ടാക്കിയിട്ട് സർക്കാർ സ്ഥലം കയ്യേറുകയാണ്. 100 കണക്കിന് ഏക്കർ കയ്യേറുകയാണ്. പാറ ഉള്ള സ്ഥലത്ത് പട്ടയം കൊടുക്കാൻ പറ്റില്ല. പട്ടയമില്ല, വ്യാജ പട്ടയമാണ്. ഇത് വ്യാജ പട്ടയം ഉണ്ടാക്കി ഇവർ കയ്യേറ്റം നടത്തുന്നു എന്ന് വില്ലേജ് ഓഫീസറും താലൂക്ക് സർവേയറും എല്ലാവരും നിരന്തരമായി റിപ്പോർട്ട് കൊടുത്തിട്ടും ഒരു നടപടി സ്വീകരിച്ചില്ല. സാർ, ഇപ്പോൾ സ്വീകരിച്ച നടപടി എന്താ? ഇപ്പോൾ വലിയ വിവാദമായപ്പോൾ അവിടെ കൊണ്ടുപോയി ബോർഡ് വെച്ചു, ഇത് സർക്കാർ ഭൂമിയാണ് എന്ന്. പഴയ പരിപാടിയാണ് അവിടുത്തെ. അത് നമ്മൾ ഇങ്ങോട്ട് പോന്നു കഴിയുമ്പോൾ ഈ കയ്യേറ്റക്കാർ തന്നെ അതെടുത്ത് തോട്ടിൽ എറിയും, ഈ സർക്കാർ ഭൂമിയാണെന്നുള്ള ബോർഡ്. സാർ, ഭൂസംരക്ഷണ നിയമപ്രകാരം ഇത്രമാത്രം വ്യാജ പട്ടയമുണ്ടാക്കി 100 കണക്കിന് ഏക്കർ ഭൂമി കയ്യേറിയ ആൾക്കെതിരായിട്ട് ഒരു കേസ് എടുത്തിട്ടില്ല. ഭൂസംരക്ഷണ നിയമപ്രകാരം കേസ് എടുത്തിട്ടില്ല. ഇത്രയും പരാതികളുള്ള ഈ കേസിൽ എടുത്തിട്ടില്ല. സാർ, ഇത് തീർച്ചയായും ഒന്ന് ശ്രദ്ധപ്പെടുത്താനാണ്. അങ്ങ് കൃത്യമായിട്ടാണ് പോകുന്നത്. KLC ആക്ട് അനുസരിച്ച് നടപടി എടുക്കണമെങ്കിൽ അതിന് ചില നടപടിക്രമങ്ങളുടെ ഭാഗമുണ്ടല്ലോ. അതിലെ ബി ഫോം നമ്മൾ 3 ദിവസം മുമ്പ് നോട്ടീസ് കൊടുത്ത് ഹിയറിംഗ് നടത്തണം. ഹിയറിംഗ് നടത്തി ഫോം ബിയും ഫോം സിയും കൊടുക്കണം. അതനുസരിച്ച് നടപടിക്രമങ്ങൾ പറ്റുള്ളൂ. ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽ KLC ആക്ടിൻ്റെ ഒരു പ്രത്യേകത പെടുത്തി. സാർ, ഞാൻ പറഞ്ഞത് ശരി. ഇത് 2022 മുതൽ റവന്യൂ വകുപ്പിന് അറിയാം ഇത് വ്യാജ പട്ടയം ഉണ്ടാക്കി കയ്യേറ്റം നടന്ന സ്ഥലമാണെന്ന്. 2025 ഭൂസംരക്ഷണ നിയമപ്രകാരം ഒരു കേസ് പോലും ഈ കയ്യേറ്റക്കാർക്കെതിരെ എടുത്തിട്ടില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഇതുവരെ എടുത്തിട്ടില്ല. സാർ, ചൊക്രമുടിയിൽ 2 മേഖലയിൽ കയ്യേറ്റമുണ്ട്. ഒരു മേഖലയിൽ അങ്ങ് പറഞ്ഞതുപോലെ 13.79 ഏക്കർ ഭൂമിയുടെ പട്ടയം റദ്ദ് ചെയ്തു. ഞാനതിനെ സ്വാഗതം ചെയ്തു. പക്ഷെ ആരാണ് സാർ കയ്യേറിയത്? ഞാൻ ആരുടെ പേര് പറയുന്നില്ല. കാരണം ഇടുക്കി ജില്ലയിലെ കയ്യേറ്റത്തിൻ്റെ പേര് പറഞ്ഞാൽ വലിയ വിവാദവും. ആരുടെ പേര് ഞാൻ പറയില്ല. ഞാൻ ഇന്ന് രാവിലെ തീരുമാനിച്ചതാണ്. ഒരാളുടെ പേര് പറയില്ല. വന്നിട്ട് സൂചന ആരാണെങ്കിൽ ഇത് മദ്രാസിലുള്ള ഒരു കയ്യേറ്റക്കാരനാണ്. സാർ, കൊട്ടക്കാമ്പൂരിൽ ഇയാൾ 344.5 ഏക്കർ കയ്യേറിയെന്ന് തഹസിൽദാരും സബ് കളക്ടറും അടക്കമുള്ള ആളുകൾ നിരവധി റിപ്പോർട്ടുകൾ കൊടുത്തിട്ട് അയാൾക്കെതിരായിട്ട് ഒരു നടപടി സ്വീകരിച്ചില്ല. അയാളത് മറച്ചു വിറ്റു പലർക്കും. 344 ഏക്കർ കൊട്ടക്കാമ്പൂരിൽ. അത് കഴിഞ്ഞപ്പോൾ അയാൾ നേരെ വന്ന് ചൊക്രമുടിയിൽ ഭൂമി കയ്യേറി. സാർ, ആ ഭൂമി കയ്യേറിയപ്പോൾ ആരോപണം ഉന്നയിച്ചു, സർക്കാരിനെതിരായിട്ട് ആരോപണം ഉന്നയിച്ചു. ഇവിടെ CP അങ്ങയുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിക്കാം. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താ? ചിന്നക്കനാൽ, വട്ടവട, കാന്തല്ലൂർ, മാങ്കുളം, വാഗമൺ തുടങ്ങിയ നിരവധി സ്ഥലങ്ങളിൽ ആയിരക്കണക്കിന് ഏക്കർ ഭൂമാഫിയ കയ്യേറിയിട്ടുണ്ട് എന്നാണ് ജില്ലാ സെക്രട്ടറി പറയുന്നത്. സാർ, അദ്ദേഹം പറഞ്ഞിരുന്നത് വരയാടുകൾ മേഞ്ഞു നടക്കുന്ന, കാട്ടാനകൾ വിരുന്നു വരുന്ന, അപൂർവ ഇനം ഔഷധ ഗുണങ്ങളുള്ള സസ്യജാലങ്ങളുള്ള ചൊക്രമുടി ഇടുക്കിയുടെ ഐശ്വര്യമാണ്. സാർ, അതിവിദഗ്ധമായ ഗൂഢാലോചനയാണ് ഈ കയ്യേറ്റത്തിന്റെ പുറകിൽ നടന്നത്. അതിന് നേതൃത്വം നൽകിയതാവട്ടെ ഇടുക്കിയിലെ ഒരു ഉയർന്ന റവന്യൂ ഉദ്യോഗസ്ഥൻ. അങ്ങയുടെ കയ്യിൽ കിട്ടിയൊരു അപേക്ഷ അങ്ങ് പരിശോധിക്കാൻ വേണ്ടി, ഞാൻ അങ്ങയെ കുറ്റപ്പെടുത്തില്ല, പരിശോധിക്കാൻ വേണ്ടി ആരുടെ കയ്യിൽ അപേക്ഷ? ആ അപേക്ഷ ഇടുക്കി കളക്ടറേറ്റിലെത്തിയപ്പോൾ ഈ ഉദ്യോഗസ്ഥർ അത് ഏറ്റുവാങ്ങി അവിടെ പോയി ഇത് റെഗുലറൈസ് ചെയ്ത് കൊടുത്തു. ഈ കയ്യേറ്റ ഭൂമി അതാണ് ഉണ്ടായത്. അതപ്പോൾ ഞങ്ങൾ ഗവൺമെന്റിനെതിരായിട്ട് ഞങ്ങൾ ആക്ഷേപം ഉന്നയിക്കില്ലേ? ഞങ്ങൾ അവിടെ പോയി, ഞാനടക്കമുള്ള ആളുകൾ, സി രമേശൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങൾ അവിടെ പോയി ആക്ഷേപം ഉന്നയിച്ചു. ഞങ്ങൾ ആക്ഷേപം ഉന്നയിച്ചതുകൊണ്ടും ഞങ്ങളവിടെ സന്ദർശനം നടത്തിയതിന് ശേഷമല്ലേ നിങ്ങൾ നടപടികൾ എടുത്തത്. സാർ, അതിൻ്റെ തൊട്ടപ്പുറത്ത്, ചൊക്രമുടിയിൽ അതിൻ്റെ തൊട്ടപ്പുറത്ത് കല്ലമ്പലം, ഉപ്പള, പച്ചപ്പുല്ല് തുടങ്ങിയ സ്ഥലത്ത് സാർ കയ്യേറ്റക്കാർ പാറ
പാറ പൊട്ടിച്ചിട്ട് 2.5 കിലോമീറ്റർ നീളത്തിൽ 10 മീറ്റർ വീതിയിൽ, നമ്മുടെ നാട്ടിലില്ല, 10 മീറ്റർ വീതിയിൽ റോഡുണ്ടാക്കി. 10 മീറ്റർ വീതിയിൽ ഞാൻ പേര് പറയില്ല കേട്ടോ, അത് പേര് പറയുന്ന പ്രശ്നമോ. 2.5 കിലോമീറ്റർ നീളത്തിൽ പണിതു, പാറ പൊട്ടിച്ചു പണിതു. സാർ, അതാണോ പാറ? അല്ലെ അത് കണ്ടിട്ട് അനങ്ങാതിരിക്കുന്ന ഈ സർക്കാരാണോ അനങ്ങാ പാറ? ഏതാ പാറയെന്ന് എനിക്ക് സംശയമാണ്. ഏതാ പാറ? ഈ അനങ്ങാ പാറയാണ്. 2.5 കിലോമീറ്റർ നീളത്തിൽ 10 മീറ്റർ വീതിയിൽ സർക്കാർ സ്ഥലത്ത് പാറ പൊട്ടിച്ചിട്ട് ഇതുവരെ ഒരു നടപടി എടുക്കാൻ പറ്റില്ല. ഞാൻ അങ്ങേ കുറ്റപ്പെടുത്തില്ല, അങ്ങേക്ക് അറിയാം. പക്ഷേ രാഷ്ട്രീയ സമ്മർദ്ദമാണ്, നടപടി എടുക്കാൻ പറ്റില്ല. പ്രധാനപ്പെട്ട ആളുകളാണ് അതിൻ്റെ പുറയിൽ. ഇതില്ല എന്ന് അങ്ങേക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഇതില്ല എന്ന് നിഷേധിക്കാൻ പറ്റുമോ? ഞാൻ ഈ പറഞ്ഞത്, ഈ ഭൂമി കയ്യേറിയിട്ട് ഒരു നടപടിയും സ്വീകരിക്കാതെ ഈ ഭൂമി കയ്യേറ്റക്കാരുടെ കയ്യിലിരിക്കുക. സാർ, ചിന്നക്കനാലിൽ ആദിവാസികൾക്ക് നൽകിയ ഭൂമിയും HL-ന്റെ ഭൂമിയും ആരാണ് സാർ കയ്യേറിയത്? അത് ഞാൻ പേര് പറയില്ല. അതാരാ കയ്യേറിയത്? തൊടാൻ പറ്റിയോ? സൂചന അവർക്കെല്ലാവർക്കും മനസ്സിലായ ആരാന്ന്. തൊടാൻ പറ്റിയിട്ടില്ല സാർ ഇതുവരെ. ആദിവാസികൾക്ക് കൊടുത്ത ഭൂമിയും കയ്യേറി, HNL-ന്റെ ഭൂമിയും കയ്യേറി, ചിന്നക്കനാലിൽ ചെയ്തിട്ടില്ല. ഇനി സർക്കാർ പുറമ്പോക്കിൽ പാറ ഖനനം നടത്തിയാണ്. അത് ഞാൻ പേര് പറയില്ല. ഒരാളുടെ കുടുംബമാണ്, പ്രധാനപ്പെട്ട ഒരാളുടെ കുടുംബമാണ്. സാർ 2024 മാത്രം ജില്ലാ ജിയോളജിസ്റ്റ്, ഇതൊന്നും തീർത്തോട്ടെ, ജില്ലാ ജിയോളജിസ്റ്റ് 27 റിപ്പോർട്ട് കൊടുത്തു. 27 റിപ്പോർട്ട് ജില്ലാ ജിയോളജിസ്റ്റ്. പാറ ഖനനം ഈ സർക്കാർ ഭൂമിയിൽ നടക്കുകയാണ്. സാർ, 29/4/2024 ഞാൻ നേരത്തെ പറഞ്ഞ ആളുടെ പേര് വെച്ചുകൊണ്ട് ഈ പാറ പൊട്ടിച്ചെന്ന് ഒരു പരാതി കൊടുത്തു. സാർ, അപ്പോൾ ഒരു നടപടി സ്വീകരിച്ചു. എന്താ നടപടി എന്നറിയാമോ? ജില്ലാ ജിയോളജിസ്റ്റിനെ പിറ്റേ ദിവസം സ്ഥലം മാറ്റി. അതാണ് നടപടി, ശക്തമായ നടപടി സ്വീകരിച്ചത് ഇടുക്കിയിലെ. സാർ, ഇവിടെ പറഞ്ഞല്ലോ 1964 ആ റൂൾ അനുസരിച്ചുള്ള പട്ടയ വിതരണം ഹൈക്കോടതി സ്റ്റേ ചെയ്തു. സാർ, എന്തായിരുന്നു സാർ ഹൈക്കോടതിയിലെ പ്രശ്നം? ഹൈക്കോടതിയിൽ സർക്കാർ അത് അവതരിപ്പിച്ചിട്ടില്ല. കാരണം കയ്യേറ്റവും കുടിയേറ്റവും രണ്ടാണ്. കയ്യേറ്റക്കാർക്ക് സർക്കാർ പട്ടയം കൊടുത്തിട്ടില്ല, അത് വ്യാജ പട്ടയമാണ്. ആ കണ്ടുപിടിച്ചിട്ടുള്ള വ്യാജ പട്ടയങ്ങളുടെ ലിസ്റ്റ് സർക്കാർ, പേര് പറയാൻ പറ്റില്ല സർക്കാരിന്, അതാ പ്രശ്നം. ആരാണ് വ്യാജ പട്ടയം കൊണ്ട് ഭൂമി കയ്യേറിയിരിക്കുന്നത് എന്നതിൻ്റെ ലിസ്റ്റ് കൊടുക്കാൻ രാഷ്ട്രീയ സമ്മർദ്ദം കൊണ്ട് സർക്കാരിന് പറ്റാത്തത് കൊണ്ടാണ് ഇതാണ് വ്യാജ പട്ടയം, ഒറിജിനൽ പട്ടയം ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് ശരിയായ ആളുകൾക്കാണ് എന്ന് കോടതിയിൽ തെളിയിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് സാർ ആ സ്റ്റേ വന്നത്. സാർ, ഇവിടെ CHR കാര്യം അങ്ങ് വളരെ വിശദീകരിച്ചു, കുറേ കാര്യങ്ങൾ അങ്ങ് പറഞ്ഞത് ശരിയാണ്. പക്ഷേ 2016 വരെ CHR ഭൂമി എന്ന് വെച്ചാൽ 2,10,000 ഏക്കറാണ്. അവിടെ നമ്മുടെ ഒരു സ്റ്റാൻഡ് പണ്ട് മുതലേ ഭൂമി റവന്യൂവിൻ്റെയും മരങ്ങൾ വനം വകുപ്പിൻ്റെ സ്റ്റാൻഡാണ്. സാർ, നിങ്ങൾ റവന്യൂ വകുപ്പ് ഗ്രീൻ ട്രൈബ്യൂണലിൽ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് എന്താ? അങ്ങൊന്ന് പരിശോധിക്കണം. റവന്യൂ വകുപ്പ് ഗ്രീൻ ട്രൈബ്യൂണലിൽ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് ഇത് വനഭൂമിയാണെന്നാണ്. സാർ, 2018 ഇവിടെ ശ്രീ മാത്യു കൊള്ളാടൻ സൂചിപ്പിച്ചതുപോലെ വനം വകുപ്പ് ഉണ്ടാക്കിയ ഒരു റിപ്പോർട്ടുണ്ട്, ഇത് മുഴുവൻ വനഭൂമിയാണെന്ന്. അതുപോലെ സാർ, നിങ്ങൾ പറഞ്ഞിരിക്കുന്നു, സുപ്രീം കോടതിയിലെ അഫിഡവിറ്റിൽ പറഞ്ഞിരിക്കുന്നു ഇത് 413 സ്ക്വയർ മൈൽ ഉണ്ടെന്ന്. അതായത് 2,64,000 ഏക്കറാണ്. സാർ, ഇത് 334 സ്ക്വയർ മൈൽ മാത്രമേ ഉള്ളൂ. എല്ലാ രേഖകളും അനുസരിച്ച് 334 സ്ക്വയർ മൈൽ മാത്രമേ ഉള്ളൂ. സാർ, അത് എനിക്കൊരു 3-4 മിനിറ്റ് കൂടിയോ, ഇതൊരു വളരെ പ്രധാനപ്പെട്ട വിഷയം. അത് സാർ, അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു തെറ്റായ വിവരമാണ്. ഏത് രേഖയിലാണ് സർക്കാരിൻ്റെ, ഞങ്ങൾ ട്രാവൻകൂർ ഗസറ്റ് ഉൾപ്പെടെയുള്ള ഫോറസ്റ്റ് ഇതനുസരിച്ചുള്ള മുഴുവൻ സാധനങ്ങളും പരിശോധിച്ചു. ഒരു സ്ഥലത്തും ഇത് 2,64,000 ഏക്കർ ഇല്ല, 2,10,000 ഏക്കർ മാത്രമേ ഉള്ളൂ. ശരിയായ രീതിയിലല്ല കേസ് പോകുന്നത്. അങ്ങത് പരിശോധിച്ച് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇതിനകത്ത് 15,000 ഏക്കർ ഭൂമി മാത്രമാണ് വനഭൂമി. അത് ഈ CHR മേഖലയ്ക്ക് പുറത്തല്ല. സാർ, ഈ സ്റ്റേയോടുകൂടിയുള്ള പ്രശ്നം, ഒരു എതിരായിട്ടുള്ളൊരു വിധി വന്നാൽ
2,10,000 ഏക്കറിൽ നിന്ന് ആളുകൾ എവിക്റ്റ് ചെയ്യപ്പെടും. CHR ഭൂമി റിസർവ് ഭൂമിയാണ് എന്ന് സുപ്രീം കോടതിയുടെ ഒരു വിധി ഉണ്ടായാൽ അതിൻ്റെ സോഷ്യൽ ഇമ്പാക്റ്റ് എന്താണ്? അവിടെ ജീവിക്കുന്ന, വർഷങ്ങളായി ജീവിക്കുന്ന, തലമുറകളായി ജീവിക്കുന്ന ആളുകൾ മുഴുവൻ അവിടെ നിന്ന് പുറത്തു പോകും. വനമന്ത്രിക്ക് പോലും സന്തോഷം ഉണ്ടാവില്ല. 2 ലക്ഷം ഏക്കർ പുതിയതായിട്ട് വനഭൂമിയായി കിട്ടിയതിൻ്റെ സന്തോഷം ഉണ്ടാവോ? പുറത്തു പോവും. അവിടെ നിന്ന് മരങ്ങൾ നിങ്ങളുടെയാണ്, വനം വകുപ്പിൻ്റെയാണ്. സാർ ഇപ്പോൾ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അങ്ങ് കുറേ കാര്യങ്ങൾ തീരുമാനിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ സാർ ഇപ്പം അങ്ങ് പറഞ്ഞ കട്ടപ്പനയിലെയും കാഞ്ചിയാറിലെയും പട്ടയം കൊടുക്കാൻ പറ്റുമോ? CHR ഭൂമിയാണ്. ഈ സ്റ്റേ നിൽക്കുമ്പോൾ അത് കൊടുക്കാൻ പറ്റില്ല, അത് കൊടുക്കാൻ പറ്റില്ല. അതുപോലെ ഉപേക്ഷിക്കപ്പെട്ട പദ്ധതി പ്രദേശങ്ങൾ, കല്ലാർകുട്ടിയിലെ 10 ചെയിൻ മേഖല, കാഞ്ചിയാർ, അയ്യപ്പൻകോവിൽ, ഉപ്പുതറ വില്ലേജുകളിലെ 3 ചെയിൻ മേഖല, തോപ്രാങ്കുടി പച്ചടി മേഖലയിലെ ഏലം കൃഷി എന്ന് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്ന സ്ഥലം, ഇവർക്കൊന്നും നമുക്ക് പട്ടയം കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല. സാർ 993 റൂളിൽ വേറൊരു പ്രശ്നമുണ്ട്. ചെറിയ കടമുറികൾക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട് ഇല്ലേ? സമയം വരുമെന്ന് അദ്ദേഹം തെറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ വായിച്ച അഫിഡവിറ്റാണ് ഞാൻ വായിക്കുന്നത്. ഇറ്റ് ക്യാൻ ബി കൺക്ലൂഡഡ് ദാറ്റ് ആസ് ഓൺ ഡേറ്റ് ദ ഏരിയ അണ്ടർ കാഡമം ഹിൽ റിസർവ് സ്കാറ്റേഡ് ഇൻ ദ ഈസ്റ്റ് വൈൽ 3 താലൂക്സ് ദേവികുളം, പീരുമേട് ആൻഡ് ഉടുമ്പൻചോല is 2,64,885 acres, which is equivalent to 413.88 square miles. It is submitted that for all partial purpose, said area is not to be considered as part of forest. പക്ഷേ ടോട്ടൽ നമ്മുടെ എല്ലാ രേഖകളിലും എല്ലാ ഡോക്യുമെന്റിലും നമുക്ക് 334 ഉള്ളൂ. നമ്മളത് അധികം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ആ കേസിനെ നമുക്ക് പ്രതികൂലമായി സർ ബാധിക്കും. സർ ഞാൻ 93 റൂളിനെ പറ്റിയാണ് പറഞ്ഞത്, ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. 93 റൂളിൽ പ്രത്യേക കടമുറികൾ ഉള്ളവർക്ക് പട്ടയം കൊടുക്കാൻ പറയും. സർ നിങ്ങളൊരു തീരുമാനം എടുത്താൽ മതി, റൂളിൽ ഒരു അമെൻമെൻറ്റ് നടത്തിയാൽ മതി. അത് എത്രയാണ് കടമുറിയുടെ വിസ്തീർണം എന്ന് തീരുമാനിച്ചാൽ ആയിരക്കണക്കിന് ആളുകൾക്ക് നിങ്ങൾക്ക് പട്ടയം കൊടുക്കാൻ പറ്റും. സാർ ഇപ്പോൾ ഏലം കുത്തകപ്പാട്ടം പുതുക്കി കൊടുക്കുന്നില്ല, ഏലം പട്ടയഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിക്കുന്നില്ല, ദുരന്ത നിവാരണ പ്രകാരം 13 പഞ്ചായത്തിൽ നിയന്ത്രണം, ഇലക്ട്രിസിറ്റി എടുക്കുന്നതിന് വരെ NOC മേടിക്കണം. സാർ ഇടുക്കി ജില്ലയിൽ വ്യാപകമായി എല്ലാ പ്രദേശങ്ങളിലും, തൊടുപുഴ ഒഴിച്ചുള്ള ബാക്കി 4 നിയോജക മണ്ഡലങ്ങളിലും ഈ ഭൂമി പ്രശ്നങ്ങൾ കൊണ്ട് ജനങ്ങൾ ഉത്കണ്ഠയിലാണ്. സാർ അനിശ്ചിതത്വത്തിലാണ്. ഈ CHR സ്റ്റേയും 64 സ്റ്റേയും അതുപോലെ ഈ വ്യാപകമായ കയ്യേറ്റങ്ങൾ, ചിന്നക്കനാലിന് അടുത്ത്, ഞാൻ റവന്യൂ മന്ത്രിയുടെ അല്ലാത്തതുകൊണ്ട് ഫോറസ്റ്റ് മന്ത്രിയുടെ ആയതുകൊണ്ട് ആ പോയിന്റ് പറയുന്നില്ല, റവന്യൂ മന്ത്രിക്കാണ് നോട്ടീസ്, അതുകൊണ്ട് ആ വിഷയം ഞാൻ പറയുന്നില്ല. ഇവിടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ബഫർ സോൺ ഡിക്ലറേഷൻ വന്നിട്ടുണ്ട്, ഫോറസ്റ്റ് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അതൊന്നും പറയാതിരിക്കുന്നത് റവന്യൂ മന്ത്രിക്ക് നോട്ടീസായി. വ്യാപകമായി ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ആ ജില്ലയിൽ നിലനിൽക്കുന്നു. എല്ലാവരും ഉത്കണ്ഠയിലാണ്. വർഷങ്ങളായി, തലമുറകളായി അവിടെ ജീവിക്കുന്ന ആളുകൾക്ക് പോലും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ സാധാരണക്കാരായ കർഷകർക്കും കുടിയേറ്റക്കാർക്കും ഉണ്ടാകുമ്പോൾ സാർ കയ്യേറ്റക്കാർ സ്വൈരവിഹാരം നടത്തുകയാണ്. ആയിരക്കണക്കിന് ഏക്കർ ഭൂമി രാഷ്ട്രീയമായ പിൻബലത്തോടുകൂടി, രാഷ്ട്രീയ പാർട്ടി നേതൃത്വത്തിന്റെ അറിവോടുകൂടി ആയിരക്കണക്കിന് ഏക്കർ സർക്കാരിന്റെ ഭൂമി കയ്യിൽ വെക്കുകയാണ്. അവർ മറച്ചു വിറ്റ് കോടികൾ സമ്പാദിക്കുകയാണ്. സാർ ഈ കയ്യേറ്റക്കാരെ നിയന്ത്രിക്കുന്നതിൽ സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടു. സാർ കയ്യേറ്റക്കാരെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. കയ്യേറ്റക്കാർക്കെതിരായി ശക്തമായ നടപടി സ്വീകരിക്കാൻ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ കൊണ്ട് കാരണം പറ്റുന്നില്ല. സാർ കയ്യേറ്റക്കാർക്കെതിരായി അതിശക്തമായ നടപടികൾ സ്വീകരിക്കാത്തതിലും അതുപോലെ പട്ടയ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ നിയമപരിഹാരം ഉണ്ടാക്കാത്തതിലും ശക്തിയായി പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എൻ്റെ പാർട്ടിയും വോക്കൗട്ട് ചെയ്യുന്നു. സർ, ഇവിടെ പറഞ്ഞു കേട്ടതിൽ നിന്ന് സർ, ശ്രീ അടിയന്തര പ്രമേയത്തിലും അതിനെ തുടർന്ന് ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ മറുപടിയിലും പിന്നെ പ്രതിപക്ഷ നേതാവ് നടത്തിയ പ്രസംഗത്തിലും വ്യക്തമാകുന്ന ഒരു കാര്യം, ഈ വിഷയം സഭ ചർച്ച ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് എന്നുള്ളതാണ്. സർ, ഇത് കാര്യങ്ങളൊട്ടും ശുഭമല്ല. മലയോര മേഖലയിൽ സാധാരണക്കാർ അനുഭവിക്കുന്ന, കർഷകർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നമുക്കൊക്കെ അറിയാം. പലതരം ബുദ്ധിമുട്ടുകളാണ്. ആ കൂട്ടത്തിൽ അവർക്ക്, സാധാരണക്കാർക്ക് ഒരു പട്ടയം കിട്ടുക വളരെ വിഷമം, കൃഷിക്കാർക്ക് അവർക്കൊരു പട്ടയം കിട്ടുക വളരെ വിഷമം. എന്നാൽ പാറ ലക്ഷ്യം വെച്ച് പോകുന്നവർക്ക്, അതുപോലെ തന്നെ വൻകിടക്കാർക്ക്, റിസോർട്ട് ലക്ഷ്യം വെച്ച് അവിടെ വിവിധ തമിഴ്നാട്ടിൽ നിന്ന് പോലും പല സ്ഥലത്തുനിന്നും വരുന്നവർക്ക്, അവർക്ക് കൃത്രിമമായി
പട്ടയം ഉണ്ടാക്കാൻ പോലും കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കേട്ടത്. സർ, ഇതല്ലേ സഭ ചർച്ച ചെയ്യേണ്ട? ആയിരക്കണക്കിന് ഏക്കർ എന്നാ പറയുന്നത്? ഒരു ക്ലാരിറ്റി ഈ കാര്യത്തിലില്ലല്ലോ. ഇങ്ങനെ നടക്കുന്നുണ്ട് എങ്കിൽ സർ, മലയോര മേഖലയിലെ കൃഷിക്കാരുടെ സ്ഥിതി എന്താണ്? അവർക്ക് ഇപ്പോൾ വന്യമൃഗ ശല്യം കൊണ്ട് ജീവിക്കാൻ വയ്യാതെ അതൊരു വശത്ത്, പട്ടയം കിട്ടാത്ത വിഷമം വേറൊരു ഭാഗത്ത്, കുടിയിറക്കിൻ്റെ വിഷമം വേറൊരു ഭാഗത്ത്. അതിൻ്റെ ഇടയിൽ കാര്യങ്ങൾ അവിടെ നിർബാധം നടത്താൻ ഒരു കൂട്ടർക്ക് വിഷമമില്ല. വൻകിടക്കാർക്ക് അവർക്ക് അവരുടെ ആവശ്യം എന്നുള്ളത് പാറ വെട്ടിക്കലും അതുപോലെ തന്നെ റിസോർട്ട് ഉണ്ടാക്കലും ഒക്കെയാണ്. ഇത് വളരെ ഗൗരവമുള്ള വിഷയം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. അടിയന്തര പ്രമേയം ചർച്ചയ്ക്ക് എടുക്കുകയായിരുന്നെങ്കിൽ എടുക്കേണ്ടിയിരുന്ന ഇതാണ്. ഇത് സഭ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായിരുന്നു. അതിന് ഗവൺമെൻറ് തയ്യാറാകാത്തത് കൊണ്ട് ഞാൻ എൻ്റെ പാർട്ടിയിൽ വാക്കോട്ട്. സർ, ഇടുക്കി ജില്ലയിലെ പരുത്തുംപാറ ഉൾപ്പെടെയുള്ള വിവിധ പ്രദേശങ്ങളിൽ ഭൂമി കയ്യേറ്റം ഇപ്പോൾ നിർബാധം നടക്കുന്നു എന്ന ആക്ഷേപം ഉയർന്നിട്ട് സാർ നാളുകളായി. ഈ പ്രശ്നം ഇവിടെ പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള മറുപടിയിലൂടെ കയ്യേറ്റങ്ങൾ കർശനമായി തടയുന്നതിനും കുറ്റക്കാരായിട്ടുള്ളവരെ പേരിൽ നടപടികൾ സ്വീകരിക്കുന്നതിനുമുള്ള വിശദാംശങ്ങൾ ഇവിടെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് തൃപ്തികരമല്ല എന്ന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. സാർ, ഞങ്ങൾ ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ കയ്യേറ്റങ്ങളെയും അതുപോലെ തന്നെ നമ്മുടെ പട്ടയ പ്രശ്നത്തെയും ഗവൺമെൻറ് രണ്ടായി കാണുവാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകണം. ഇപ്പോൾ പ്രതിപക്ഷം അവതരിപ്പിച്ചു. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട പി ജോസഫ് സാറ് നിയമസഭയിൽ ഈ വിഷയം തന്നെ സബ്മിഷനായിട്ട് ഉന്നയിച്ചു. അവിടെയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള മറുപടി ഈ ജനങ്ങൾക്ക് വീണ്ടും അവരുടെ ആശങ്ക വർദ്ധിക്കുന്നതല്ലാതെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ഇടുക്കി ജില്ലയിലെ പട്ടയ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണം, കയ്യേറ്റങ്ങൾ കർശനമായി നിയന്ത്രിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകണം. അതിന് ഈ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യുവാൻ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വാക്കൗട്ടിൽ പങ്കെടുക്കുന്നു. സർ, ഇടുക്കി ജില്ലയിൽ വ്യാപകമായ കയ്യേറ്റം ഉണ്ടാകുന്നു എന്നത് വസ്തുത തന്നെയാണ്. ഈ കയ്യേറ്റക്കാർ അത് വ്യാജ പട്ടയം ഉണ്ടാക്കി ആ ഭൂമി മറിച്ചു വിൽക്കുന്ന നിലയിലേക്ക് വരുന്നു. അത് അവിടെ റിസോർട്ട് മാഫിയ അടക്കമുള്ള ഇടപെടലുകൾ ആ മേഖലയിൽ ഉണ്ടാകുന്നു. ഗവൺമെൻറ് അത് തടയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. മന്ത്രിയുടെ പ്രവർത്തനത്തെ ഞാൻ മോശമായി കാണുന്നില്ല. പക്ഷേ അങ്ങേക്ക് ഈ കാര്യത്തിൽ കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുന്ന കാര്യത്തിൽ അങ്ങേക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ മറ്റ് സമ്മർദ്ദങ്ങളായിരിക്കാം. സാർ, ഈ കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കാനുള്ള ധീരമായ നടപടിയാണ് ഗവൺമെൻറ് എടുക്കേണ്ടത്. ന്യായമായ കുടിയേറ്റക്കാരുടെ പട്ടയം പോലും, കുടിയേറ്റ കർഷകരുടെ പട്ടയം പോലും ഇതുമൂലം തടസ്സപ്പെടുന്ന സാഹചര്യം അവിടെ ഉണ്ടാവുന്നു എന്നത് മറ്റൊരു സാമൂഹ്യ പ്രശ്നമായി ഉടലെടുക്കുകയാണ്. ഗവൺമെൻറ് ഇക്കാര്യത്തിൽ കണ്ണു തുറന്നുള്ള ഇടപെടലുണ്ടാവണം. ഈ വിഷയം ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് വാക്കൗട്ട് ചെയ്യും. സർ, മലയോര മേഖലയിലുള്ള കയ്യേറ്റങ്ങൾ വ്യാപകമാണ്. വ്യാജമായ പട്ടയങ്ങൾ ഉണ്ടാക്കി വിൽപ്പന നടത്തുക, അത് പട്ടയം കൊടുക്കാത്ത ഭൂമിയിൽ, പാറയുൾപ്പെടെയുള്ള ഭൂമികൾ പട്ടയം കൊടുക്കുക എന്നുൾപ്പെടെയുള്ള വളരെ ഗുരുതരമായ വിഷയങ്ങൾ. സർ, മലയോര മേഖല, അട്ടപ്പാടി മേഖലയിലൊക്കെ വളരെ ഗുരുതരമായ ഇത്തരം വിഷയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. സർ, 1970 ഭൂപരിഷ്കരണ നിയമത്തെ പോലും അട്ടിമറിച്ചുകൊണ്ട് 15 ഏക്കറിൽ കൂടുതൽ ഭൂമി കൈവശം വെക്കരുതെന്ന നിയമം ഉണ്ടായിരിക്കെ ഏക്കർ കണക്കിന് ഭൂമി കൈവശം വെക്കുന്ന വ്യക്തികൾ, അത് 575 ഏക്കർ ഭൂമിയാണ് സർ ഒരു വില്ലേജിൽ, കോട്ടത്തറ വില്ലേജിൽ മാത്രം കഴിഞ്ഞ വിൽപ്പന നടത്തിയത്. അപ്പോൾ ഇതൊന്നും പരിശോധിക്കാൻ റവന്യൂ ഉദ്യോഗസ്ഥന്മാർക്കോ റവന്യൂ ആളുകൾക്കോ കഴിയാത്ത സ്ഥിതിവിശേഷമുണ്ട്. സർ, ഏറ്റവും ഗുരുതരമായ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാത്തത് പ്രതിഷേധിച്ച് വാക്കൗട്ട് നടത്തുന്നു.